ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് അമീൻ ആണ് അല്ലേ? അമീൻസിൽ ഏതൊക്കെ പോസ്റ്റ് എടുത്തു എന്ന് ഓർമ്മയുണ്ടോ? അമീൻസിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ആണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ അല്ലെ? പ്രൈമറി അമീനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചോദിച്ചാൽ? NH2 കേട്ടോ, ഒരാള് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. NH2. then ബാക്കിൽ സെക്കൻഡറി അമീൻ എങ്ങനെ ഐഡന്റിഫൈ? NH. ടെറിഷറി N കേട്ടോ, N മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാം R ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് അമീൻ. പ്രിപ്പറേഷൻ ഓഫ് അമീൻ ഏതൊക്കെയായിരുന്നു? 6 ഹെഡിങ്സ് ഉണ്ടായിരുന്നു. പ്രിപ്പറേഷൻ ഓഫ് അമീൻ ഏതൊക്കെയായിരുന്നു പറയാം? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, റിഡക്ഷൻ ഓഫ് സയനൈഡ്, റിഡക്ഷൻ ഓഫ് അമൈഡ് അല്ലേ? ഓർത്ത് നോക്കാം. അങ്ങനെ 3 ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്തൊക്കെയാ വന്നേ? അമോണലിസിസ് റിയാക്ഷൻ, പിന്നെ ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ സെൽഫായിട്ട് ഓർത്ത് നോക്കി, ഇതെനിക്ക് അറിയൂ, ഇതെന്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ കേട്ടോ, ഓർത്ത് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളെടുത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ അല്ലെ? ഫിസിക്കൽ പ്രോപ്പർട്ടിയില് ബോയിലിംഗ് പോയിന്റ് ഓഫ് അമീൻ ഓർഡർ എന്തായിരുന്നു? അമീന്റെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? ടെറിഷറി ഗ്രേറ്റർ ദാൻ ആണോ പ്രൈമറി ഗ്രേറ്റർ ദാൻ ആണോ? ആണോ? അല്ല. വൈ? പ്രൈമറി അമീൻ ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ്? ഷേപ്പ് ആണെന്നാണ് ഞാൻ പിടിച്ചത്. ഇത് നോക്കിയിട്ട് പറ. അല്ലേ? ഇവിടെ നോക്ക്, എന്നും വെച്ചും നമ്മളുള്ള അല്ലേ ഹൈഡ്രജൻ ബോണ്ട് ഇതിന് എത്രയുണ്ട് അല്ലേ? പുറത്ത് നോക്കി. ഇതിന് മാത്രം എന്താണ്? ഇതിന്റെ രണ്ടിനുമാണ് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത്. ഇതിനെന്തില്ല? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. NH ബോണ്ട് ഇല്ല. NH ബോണ്ട് കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇതിനാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത്. കണ്ട് അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. സെയിം ഓർഡർ തന്നെയാണ്. സോലിബിലിറ്റിയും റീസണും സെയിം തന്നെ. എന്തായിരുന്നു? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെഡിങ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. അതിൽ ഫസ്റ്റ് ഹെഡിങ് ബേസിസിറ്റി അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്. ബേസിറ്റി വലിയൊരു ഏരിയ ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞ ഓർഡർ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? 2 എണ്ണം ബോക്സിലിട്ട് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ എന്തായിരുന്നു? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, NH3 ഗ്രേറ്റർ ദാൻ. പേര് ചോദിക്കട്ടോ. എന്തായിരുന്നു? അനലിൻ. ബെൻസീനിന് മുകളിൽ NH2 അനലിൻ. ഈ ഒരു ഓർഡർ ആണ് നമ്മൾ പറഞ്ഞത് ജനറൽ ഓർഡർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഗ്യാസ് ആണെങ്കിൽ ഇതിന്റെ റീസൺ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഈ ഓർഡർ ഫോം ചെയ്യുന്നതിന് 3 റീസൺസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? സോൾവേഷൻ എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഒരെണ്ണം കൂടി ഉണ്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് കേട്ടോ. ഓർത്ത് നോക്കുക. അത് ജസ്റ്റ് ഓർത്ത് നോക്കുക. അതിന്റെ ഓർഡർ ആണ് ടെക്സ്റ്റ് ബുക്കിൽ എംഫസൈസ് ചെയ്തേക്കുന്നത്. ആ ഓർഡറും കാര്യങ്ങളും അധികം പഠിക്കാതിരിക്കുക. ഈ ഓർഡർ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. റീസൺ എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കുക. ഞാനപ്പോ അത് നിങ്ങൾക്കൊരു എന്താണ് ഇൻഫർമേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കൂളുകളിൽ അതായിരിക്കും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകണം. അപ്പൊ അതിലേക്ക് പോകരുത്. ഈ ബോക്സ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു നോക്കാം. ഇനി ഗേഷ്യസ് ആണ് എങ്കിൽ എന്തുവരും? ഗ്യാസ് ആണെങ്കിൽ എന്തുവരും? ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. ഓക്കെ. ഇനി ഒരു ഓർഡറും കൂടി കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞു. അതേതായിരുന്നു? CH3 ഗ്രൂപ്പ് വന്നാൽ, CH3NH2 ആ ഗ്രൂപ്പ് വന്നാൽ മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. അതെന്ത് വരും? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി ഗ്രേറ്റർ ദാൻ, ബാക്കിയുള്ളത്. അപ്പൊ ഈ 3 നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിയുമ്പോഴും എപ്പോഴും ഓർത്ത് നോക്കുക, ഇതാണ് ഏറ്റവും കൂടുതൽ. ഈ 2 ചോദിച്ചേക്കുന്നത്. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. NO2 ഗ്രൂപ്പ് ഡാഷ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ്. അവർ വന്നാൽ ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്. ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്. നെക്സ്റ്റ് R ഗ്രൂപ്പ് വന്നാൽ എന്തായിരുന്നു? ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇവർ വന്നാൽ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു. PKB അല്ലെ? ഓർത്ത് നോക്കുക. PKB എന്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണെന്ന് ഓർത്ത് നോക്കുക. ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്, PKB ഡിക്രീസസ്.
ഇവിടെ ഓർത്ത് നോക്കുക. പി കെ ബിയുടെ ഓർഡർ ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ബേസിറ്റി എഴുതാം, എന്നിട്ട് അതിന്റെ സൈൻ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആക്കി എഴുതാം. അപ്പൊ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലാതെ ഞാൻ പി കെ ബിക്ക് വെച്ച് ഇത് 3 പഠിപ്പിക്കും, ദെൻ സ്റ്റെറിക് ഹിൻഡ്രൻസ് വെച്ച് 3, അങ്ങനെ വരുമ്പോൾ ഏകദേശം 10 ഓർഡേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ആ 10 ഓർഡേഴ്സ് എടുത്തു വെച്ചിട്ടാണ് ഒരു വരുന്നത്. പക്ഷെ അത് പഠിക്കണ്ട. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പാസ്റ്റ് ഇയറും ടെക്സ്റ്റ് ബുക്ക് ബാക്കും ഒക്കെ വരുന്നത് ഇത് രണ്ടും പഠിച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടും. ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് വരുന്ന കേസ് ഇവിടെ ഓർത്ത് നോക്കാം. അങ്ങനെ 3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫോർമാറ്റിലുള്ളതും മര്യാദ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. ഇതിന്റെ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്ന് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അടുത്ത ടോപ്പിക് ഇന്നത്തെ ക്ലാസ്സിന് തുടങ്ങാം കേട്ടോ. ഓർത്ത് നോക്കാം. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് അസൈലേഷൻ കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ആണ് അസൈലേഷൻ. നെക്സ്റ്റ് ഹെഡിങ് അസൈലേഷൻ. സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു കേട്ടോ. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻ, ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് primary and secondary amine, aliphatic and aromatic primary and secondary amine, aliphatic and aromatic, aliphatic and aromatic primary and secondary amines react with acid chloride, react with acid chloride, comma anhydride, acid chloride, comma anhydride, and ester and esters by nucleophilic substitution reaction, by nucleophilic substitution reaction. Saurav Ignash video not nota. Aliphatic and aromatic primary and secondary amine react with acid chloride, anhydride and esters by nucleophilic substitution reaction. Full stop. This reaction is known as acylation. This reaction is known as acylation. This reaction is known as acylation. RNH2. RNH2 അല്ലെ. RNH2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രൈമറി അമീൻ അല്ലെ. ഈ പ്രൈമറി അമീൻ അസൈൽ ഹാലൈഡ്, അസൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? RCOCl അല്ലെ. RCOCl, RCOCl ഇതായിട്ട് റിയാക്ട് ചെയ്യും. ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോർത്ത് വെക്കാം, ഇവിടെ നിന്ന് ഒരു H, ഇവിടെ നിന്ന് ഒരു Cl, HCl അങ്ങ് മാറ്റുക, എന്നിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പൊ എങ്ങനെ ഇരിക്കുക കോമ്പൗണ്ട്? RNH നോർത്തു. ഇവിടെ നിന്ന് എന്തൊക്കെ പോയെ? ഒരു H, ഇവിടെ നിന്ന് ഒരു Cl, HCl റിമൂവ് ചെയ്തു, ബാക്കിയുള്ളത് തമ്മിൽ ജോയിൻ ചെയ്യുമെന്ന് വരും COR. കണ്ടോ? ഈ COR ഇങ്ങനെ വന്നു. അപ്പോൾ റിമൂവ് ചെയ്ത് HCl ആണ്, HCl റിമൂവ് ചെയ്ത് അവർ തമ്മിൽ ജോയിൻ ചെയ്യും കേട്ടോ. അതാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ആറിന്റെ പൊസിഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർബൺ ചെയിൻസ് കൊടുക്കാം. CH3NH2 പ്ലസ് CH3COCl. എങ്ങനെയായിരിക്കും വരുന്നത് നോക്കിയേ? HCl അല്ലേ. HCl പോകും. എന്താണ് ജോയിൻ ചെയ്തേ? CH3, ഇവിടെ ബാക്കി എന്തുണ്ടാവും? NH, പിന്നെ എന്തെഴുതണം ഒന്ന് പറഞ്ഞേ?
CO ഉണ്ടോ CH3 CO CH3. അപ്പോ ഇതിന്റെ പേര് അല്ലേ ഓർത്തു വെക്കുക. ഇതിന്റെ നെയിം എങ്ങനെ ചെയ്യും? ഇതിനെ വിളിക്കുന്ന പേര് എന്താ? അമൈഡ് ആണ്. അമൈഡിൽ തന്നെ ഇത് സെക്കൻഡറി അമൈഡ് ആണ് ആക്ച്വലി വരുന്നത്. സെക്കൻഡറി അമൈഡ് അല്ലേ ഓർത്തു വെക്കുക. ക്രിസ് എങ്ങനെയായിരിക്കും ഇതിന്റെ പേര്? ബാക്കിൽ നിന്ന് തുടങ്ങുന്നത്. ശരിയാണ്, എൻ മീഥൈൽ. ശരിയാ പറഞ്ഞു, എത്തനമൈഡ്. എത്തനമൈഡ് കേട്ടോ. അപ്പൊ എങ്ങനെയാ നോക്കണേ? ഇവിടെ ശ്രദ്ധിച്ചോ, ഈ CNH അറ്റാച്ച് ചെയ്യുന്ന CO ഇല്ലേ, അവിടെ നിന്നാണ് പാരന്റ് ചെയിൻ തുടങ്ങുന്നത്. ഇത് 1 ഇത് 2. അപ്പൊ ഇതാണ് ബിഗർ ആയിട്ട് വരുന്ന പാരന്റ് ചെയിൻ. അപ്പൊ CO ഇതാണ് എടുക്കുന്നത്. ഇതിനോടൊപ്പം ഈ NHCO എന്ന് പറഞ്ഞാൽ അമൈഡ് ഗ്രൂപ്പ് ആണ്. NHCO എന്ന് പറഞ്ഞാൽ അമൈഡ് ഗ്രൂപ്പ്. ഇനി ഈ എന്നിലേക്ക് ആരാണ് ജോയിൻ ചെയ്തേക്കുന്നത്? CH3. എന്നിലേക്ക് CH3 ജോയിൻ ചെയ്താൽ ഞാൻ ഇത് എഴുതുന്നു നോക്കി കേട്ടോ. N കണ്ടോ ഓർത്ത് നോക്കാം. എന്നിലേക്ക് CH3 ജോയിൻ ചെയ്തുകൊണ്ട് N മീഥൈൽ. N മീഥൈൽ. എന്നിലേക്ക് CH3 ജോയിൻ ചെയ്തു, അതുകൊണ്ട് എന്ത് പറഞ്ഞു? N മീഥൈൽ. ഇനി എവിടത്തെ എത്ര കാർബൺ ഉണ്ട്? 2 ഉണ്ട് അല്ലേ? 2 വന്നാൽ എന്ത് വിളിക്കും? എത്തൻ. CONH2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രൂപ്പിന്റെ പേര് അമൈഡ്. അപ്പൊ എത്തനമൈഡ്. N മീഥൈൽ എത്തനമൈഡ്. എടുത്തത് കേട്ടോ. N മീഥൈൽ എത്തനമൈഡ്. ഷിഫ്റ്റ് സ്പേസ് പോലെ വർക്ക് ആകും. H2 അത് വർക്ക് ആകും. ഓയും H2 പിന്നെ ഡബിൾ ബോണ്ട് ആയിട്ട് വർക്ക് ആകും. എന്തുകൊണ്ടാണ്? ഷിഫ്റ്റ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരുന്നു? Cl ന് പകരം R ആയിരുന്നു. R എന്ന് പറഞ്ഞ എന്ത് ഗ്രൂപ്പാണ്? ഇലക്ട്രോൺ ഡൊണേറ്റ്. Cl എന്ന് പറഞ്ഞാൽ അപ്പൊ കഥ മാറി, മനസ്സിലായി? പൊളാരിറ്റി മാറി കേട്ടോ. നോക്കാം. അപ്പൊ ഇവിടെ R ആയിരുന്നു വെച്ചെങ്കിൽ ആരായി? അത് ഷിഫ്റ്റ് സ്പേസ് ആയി കേട്ടോ. നോക്കാം. ഓക്കെ ആണോ? എഴുതിയോ? ഇനി നമ്മൾ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ആരൊക്കെ റിയാക്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ അല്ലെ ഓർത്ത് നോക്കാം. അപ്പൊ ടെറിഷറി റിയാക്ട് ചെയ്യില്ല. വൈ? ടെറിഷറി റിയാക്ട് ചെയ്യണമെങ്കിൽ എല്ലായിടത്തും ആരെയാ റിമൂവ് ചെയ്യുന്നത്? HCl അല്ലെ? H ഉണ്ടാവണം ഇവിടെ. എന്റെ അടുത്ത് H ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. HCl പോയിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അപ്പോ വാട്ട് ഇസ് ദ റീസൺ ചോദിക്കാറുണ്ട്. ടെറിഷറി അമീൻ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ അസൈലേഷൻ. വൈ? അപ്പൊ നമ്മൾ എന്ത് പറയണം? ആബ്സെൻസ് ഓഫ് NH ബോണ്ട്. എങ്ങനെ പറയണ്ടേ? ആബ്സെൻസ് ഓഫ് NH ബോണ്ട് ഇൻ ടെറിഷറി. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. ടെറിഷറി ആയിട്ട് ഈ ചാപ്റ്ററിൽ ടെറിഷറി അമീന്റെ ഏത് കീ റീസൺ ചോദിച്ചാലും എന്താ എഴുതണ്ടേ? അത് നിങ്ങൾക്ക് അറിയില്ല. പല രീതിയിൽ ചോദിച്ചു. ടെറിഷറി അമീൻ അത് എന്തെങ്കിലും ഒരു കീ റീസൺ ആണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആബ്സെൻസ് ഓഫ് NH ബോണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഹിൻസ്ബർഗ് റിയേജന്റ് പഠിപ്പിക്കും. ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് C6H5SO2Cl അല്ലേ ഓർത്ത് നോക്കുക. അങ്ങനെ ഹിൻസ്ബർഗ് റിയേജന്റ് അത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. വൈ? അപ്പോഴൊക്കെ എന്താണ് സാർ? ആബ്സെൻസ് ഓഫ് NH ബോണ്ട് ഇൻ ടെറിഷറി അമീൻ. എന്നിട്ട് അതിന്റെ ഒരു ജനറൽ ഫോർമുലയും വരച്ചു നോക്കണം. അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി നമുക്ക് സെക്കൻഡറി കൂടി ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. സെക്കൻഡറി അമീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് എഴുതിയില്ലേ? സെക്കൻഡറി കൂടി ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കിയോ കേട്ടോ. CH3N ഇവിടെ ഒരു CH3 കൂടി കൊടുക്കാം. ഇവിടെ NH. അപ്പൊ NH വന്ന സെക്കൻഡറി ആണ്. അതിലേക്ക് നമുക്ക് വേറൊരു വലിയൊരു കോമ്പൗണ്ട് കൊടുത്തില്ല. CH3 CH2 CO Cl. ഇങ്ങനെയാകുമ്പോഴും എന്താ ചെയ്യാ? നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട പ്രോസസ് എന്തായിരുന്നു? ഇവിടുന്ന് Cl അല്ലെ? ഈ Cl-ഉം ഇവിടത്തെ H-ഉം കൂടി HCl ആയിട്ടാണ് റിമൂവ് ചെയ്യാം. HCl റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തേക്കാം? ജോയിൻ ചെയ്യാം അല്ലെ? അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? CH3N CH3 കണ്ടോ? കണ്ടോ ഇത്രയും പേരെ വന്നേക്കുന്നത്. ഇനി Cl റിമൂവ് ചെയ്താൽ റിമൈനിങ് എന്തൊക്കെയുണ്ട്? CO CH2 CH3 കണ്ടോ? നോക്കാം. അത് അവിടേക്ക് ജോയിൻ ചെയ്യും. മെത്തേഡ് പഠിക്കാൻ നോക്കണം കേട്ടോ. കാണാതെ പഠിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പഠിച്ചു കേട്ടോ. CO CH2 CH3. ഇതിന്റെ പേര് എങ്ങനെ പറയും?
ഒന്ന് നോക്കിയേ. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞാൽ മതി. വെറുതെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെ, ഇത് ബ്രാഞ്ച് ആണ്. ഇതല്ലേ ബ്രാഞ്ച് ആയിട്ട് ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? ഇത് ബ്രാഞ്ച് ആണ്. ഓർത്ത് നോക്കുക. ഇനി ഇത് പാരന്റ് ചെയിൻ ആണ്. ഇത് എന്തുകൊണ്ട് പാരന്റ് ചെയിൻ ഉണ്ട്? ഇവിടെ നമ്പർ ഇട്ടേക്കുന്നത് കണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത്? സിഒ ഉണ്ട്. സിഒ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മൾ അമ്മായിട്ട് എന്ന് പറഞ്ഞ CONH ഗ്രൂപ്പ് എന്നാ പറയാ. എന്താ പറയാ? CONH ഗ്രൂപ്പ്. പിന്നെ നമ്മൾ പണ്ട് മുതലേ പഠിച്ചേക്കുന്നുണ്ട്, കാർബൺ ചെയിനെ നമ്പർ ഇടാൻ പറ്റുള്ളൂ, നൈട്രജന് നമ്പർ ഇടാൻ പറ്റുമോ? നമ്മൾ ഇടുന്ന നമ്പർ എപ്പോഴും എന്താ? കാർബൺ ആണ്. അപ്പൊ ഇതിൽ പാരന്റ് ചെയിൻ ആരാ? 1 2 3. ഇനി നിങ്ങൾ പറ രണ്ടുപേരും കൂടി. N തെറ്റിക്കോട്ടെ. ശരിയാ. N മീഥൈൽ, CH3 മീഥൈലാണ്. പിന്നെന്തോരും? ഒരെണ്ണം കൂടി വന്നിട്ടില്ലേ? രണ്ടെണ്ണം വന്നിട്ടില്ലേ? ആദ്യം കണ്ടോ? ഇത് N മീഥൈൽ എന്നല്ലേ പറഞ്ഞേ? കണ്ടോ? ഒരെണ്ണമാണ്. അതുപോലെ ഒരെണ്ണം കൂടി വരുമ്പോ എന്ത് പറയണം? N, N ഡൈമീഥൈൽ. N, N ഡൈമീഥൈൽ. പിന്നെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ അത് പറഞ്ഞു. ശരി, പ്രൊപ്പനമൈഡ്. കണ്ടോ? നോക്കാം. അപ്പോ അവര് നല്ല ഫ്രണ്ട്സ് ആണ്. കാരണം എന്താ അറിയോ? മറ്റേ ആള് ഫ്രണ്ടിലത്തെ പറയുന്നുണ്ട്, ഇയാള് ബാക്കിലേയും പറയുന്നുണ്ട് ആക്ച്വലി. കേട്ടോ? അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മര്യാദക്ക് ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ കേട്ടോ കിട്ടിക്കോളും. അപ്പൊ എന്താ? N, N പിന്നെന്തായിരിക്കും? ഡൈമീഥൈൽ. പിന്നെന്ത് വിളിക്കും? പ്രൊപ്പൻ അമൈഡ്. N, N ഡൈമീഥൈൽ പ്രൊപ്പനമൈഡ്. വേഗം എടുത്ത് എഴുതുക കേട്ടോ. N, N ഡൈമീഥൈൽ പ്രൊപ്പനമൈഡ്. N, N ഡൈമീഥൈൽ പ്രൊപ്പനമൈഡ്. ഈ എന്നിലേക്ക് ഈ CH3 ജോയിൻ ചെയ്തു. 2 CH3 ആയതുകൊണ്ടാണ് ഡൈമീഥൈൽ എന്ന് വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചേക്കുക കേട്ടോ. ടെർഷ്യറി അമീൻ എഴുതുക. ടെർഷ്യറി അമീൻ do not react with acylation. Tertiary amine do not react with acylation. Reason എന്തായിരിക്കും? This is due to absence of NH bond. Absence of NH. ഇങ്ങനെ എഴുതണം കേട്ടോ. NH bond. Absence of NH bond. Next heading എഴുതി നോക്കുക കേട്ടോ. കാർബൈൽ അമീൻ റിയാക്ഷൻ. Next heading കാർബൈൽ അമീൻ റിയാക്ഷൻ. ഇതൊരു ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രൈമറി അമീന് മാത്രമായിട്ട് വരുന്ന ഒരു ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലെ? ഓർത്ത് നോക്കാം. പ്രൈമറി അമീൻ ആയിട്ട് ചോദിക്കുന്ന ഈ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് എങ്ങനെയായിരിക്കും വരുന്നത് അല്ലെ? പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ RNH2. ഇതിന്റെ റിയേജന്റ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ക്ലോറോഫോം ആൻഡ് KOH. ഇത് രണ്ടും കൂടി ഇടുന്ന സമയത്ത് നമുക്ക് ഐസോസൈനൈഡ് കിട്ടും. ഫൗൾ സ്മെല്ലാണ്. അത് പ്രൈമറി അമീന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക. അതുകൊണ്ട് ഇതും വേണമെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആയിട്ട് പറയാം. പക്ഷെ അധികം യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നല്ലൊരു ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഹിൻസ്ബർഗ് റിയേജന്റ് ഉണ്ട്. അതിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ കണ്ടെത്താൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് അതിനോടൊപ്പം വരുന്നതാണ്. ഒന്ന് എഴുതി വെച്ചോട്ടോ സ്റ്റേറ്റ്മെന്റ്. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻ. Aliphatic and aromatic primary amine. Aliphatic and aromatic primary amines on heating with chloroform. Aliphatic and aromatic primary amines on heating with chloroform. On heating with chloroform and alcoholic potassium hydroxide form isocyanate. Aliphatic and aromatic primary amine
on heating with chloroform and alcoholic potassium hydroxide form isocyanate. ഇനി അതിന്റെ ഇക്വേഷൻ എഴുതാം കേട്ടോ. ഓക്കെ, ഐസോസൈനേറ്റ് അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ. ക്ലോറോഫോമിന്റെ ഫോർമുല എന്താ? CH3 അല്ലേ? അപ്പൊ RNH2 പ്ലസ് എന്തായിരുന്നു ക്ലോറോഫോം? CHCl3 പ്ലസ് KOH. KOH എങ്ങനെ വേണമെന്നാ പറഞ്ഞേക്കുന്നത്? ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ എത്തനോളിക് എന്നാണ്. KOH അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. ഹീറ്റ് കേട്ടോ, ഹീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് കോമ്പൗണ്ട് RNC, ഇതാണ് ഐസോസൈനൈഡ് ആയിട്ട് വരുന്നത്. രണ്ട് ബൈ പ്രോഡക്റ്റ് ഉണ്ട്, KCl ആൻഡ് H2. KCl പ്ലസ് H2. ഈ RNC യുടെ താഴെ ഫൗൾ സ്മെൽ എന്ന് എഴുതാം. RNC ഐസോസൈനൈഡ് ആണ്, ഫൗൾ സ്മെൽ. ആ ഫൗൾ സ്മെൽ വരുമ്പോഴാണ് നമ്മൾ ഈ കോമ്പൗണ്ട് പ്രൈമറി ആണെന്ന് ഡിറ്റക്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഈ RNC ഐസോസൈനൈഡ് ആണ്, ഫൗൾ സ്മെൽ കേട്ടോ. RNC ഫൗൾ സ്മെൽ ആണ്. എഴുതിയോ? നെക്സ്റ്റ് ready. Reaction with the nitrous acid. 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 ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. നമ്മൾ സാൻമേസ് പഠിപ്പിച്ചപ്പോൾ ഒന്ന് അതേ ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഓർത്ത് നോക്കാം, ഒന്ന് എഴുതി വെച്ചു. പ്രൈമറി ആലിഫാറ്റിക് അമീൻ react with nitrous acid. Primary aliphatic amine react with nitrous acid. Primary aliphatic amine react with the nitrous acid to form aliphatic diazonium salt. Aliphatic diazonium salt. Aliphatic diazonium salt, which being unstable, comma, liberate nitrogen gas, and alcohols. Then other equations ഒന്ന് എഴുതാം. RNH2 plus HNO2. ഇതിനെയാണ് അവര് എന്ത് പറഞ്ഞേക്കുന്നത്? HNO2 നൈട്രസ് ആസിഡ്. ഈ ഗീവ്സിന്റെ മുകളിൽ അവരൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്, NaNO2 ആൻഡ് HCl. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും നടക്കുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ NaNO2 HCl കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് Cl-ഉം Na കൂടി ചേർന്ന് അങ്ങ് പോകും. അപ്പൊ എന്ത് വരും? NaCl പോകും. ബാക്കി എന്തുണ്ടാവും? HNO2. അപ്പോ നിങ്ങൾക്ക് ABCD ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുണ്ട്. ആ ക്വസ്റ്റ്യനിൽ ചില സ്ഥലത്ത് അവന്മാര് RNH2 ഇത് തരും, ചില സ്ഥലത്ത് ഇത് മാത്രമേ തരുള്ളൂ, ഇത് തരില്ല. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം തരാറുള്ളൂ കേട്ടോ. നോക്കാം, ഏതെങ്കിലും ഒരെണ്ണം തരുള്ളൂ. നിങ്ങളുടെ ആൻസർ എപ്പോഴും എഴുതേണ്ടത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ROH. എന്തെഴുതണ്ടേ? ROH. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. നോക്കാം, ROH കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, NaNO2 HCl HNO2. ഇവിടെ ഒരു വാട്ടറും കൂടി വേണം, H2 എങ്കിൽ മാത്രമേ ഇത് റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോ ഇങ്ങനെ ഒന്ന് എടുത്തെഴുതി, ഇത് ഓറാണ് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം തരുള്ളൂ, H2 എന്തായാലും വേണം. ആദ്യം ഇതങ്ങ് എടുത്തെഴുതും, വേഗം എടുത്തെഴുതും. അപ്പോ സ്കൂളില് അല്ലെങ്കിൽ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് മിക്കപ്പോഴും തരിക കേട്ടോ. നോക്കാം, അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ROH എടുത്തെഴുതാം.
ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയല്ല തന്നേക്കുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാലും ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ചോദിച്ചാലും ഇങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് എളുപ്പം കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ടെക്സ്റ്റ് ബുക്കിൽ അവർ തന്നേക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ കാരണമൊക്കെ പറയാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാം, ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇതാണ്, പക്ഷെ ഈ എക്സാമിന് വരുന്ന ഈ പാറ്റേൺ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ഇന്റർമീഡിയറ്റ് ആണ്, ഇത് ഹൈലി ഇന്റർമീഡിയറ്റ് ആണ്. ഈ ഡയസോണിയം സോൾട്ട് ഇവിടെ ആലിഫാറ്റിക്കിൽ നിൽക്കില്ല, നേരെ എന്താവും വാട്ടർ ആഡ് ചെയ്യുമ്പോൾ തന്നെ എന്താവും ROH ആയിട്ട് മാറി കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ NaNO2 HCl and H2 ഉണ്ടാവും. അപ്പൊ നേരെ ROH വെച്ചാൽ മതി കേട്ടോ. നോക്കാം. അപ്പൊ ഇത് എടുത്തെഴുതുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി അല്ലേ, എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എന്താ കിട്ടുന്നത്? ഡയസോണിയം സോൾട്ട് ഉണ്ട്, അതെന്താണ്? അൺസ്റ്റേബിൾ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, അൺസ്റ്റേബിൾ. ആ വേർഡ് മാത്രം അണ്ടർലൈൻ ചെയ്യും, അൺസ്റ്റേബിൾ. പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ആ വേർഡ് വെച്ചിട്ടാണ് ഇത് പുറത്തു പോകേണ്ടത്. ഇത് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് ഇത് എഴുതണ്ട. അൺസ്റ്റേബിൾ ആയിട്ട് നേരെ എന്തായി പോകും? നൈട്രജൻ ഗ്യാസ് ആയിട്ട് അവിടെ പോയിട്ട് ROH കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ തന്നെ പഠിക്കാം. ഇതും എഴുതി വെച്ചേക്കെന്തായാലും കേട്ടോ. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾ ഓർത്തിരിക്കും, ഇന്ന് പഠിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഇതൊന്ന് എഴുതി വെച്ചേക്കാം ടെക്സ്റ്റ് ബുക്കിൽ. ഇനി ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത്, നമ്മള് ഹാലോ ആൽക്കൈനിലെ ആദ്യത്തെ പേജിൽ പഠിച്ചാണ് സാൻമേസ്, അനലിൻ അല്ലെ. ബെൻസീൻ ഇങ്ങനെ മുള്ള NH2, അതിലേക്ക് NaNO2 and HCl ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബെൻസീൻ ഡയസോണിയം സോൾട്ട് അല്ലെ. ബെൻസീൻ ഇങ്ങനെ മുള്ള N2+ and Cl-, അതിലേക്ക് Cu2Cl2 കുപ്രസ് ക്ലോറൈഡ് ആഡ് ചെയ്താൽ എന്ത് വരും? ക്ലോറോബെൻസീൻ. അതിലും നിങ്ങൾക്ക് ഡയസോണിയം സോൾട്ട് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോ കമ്പാരിറ്റീവ്ലി ആരോമാറ്റിക്കിന് ഇവിടെ ബെൻസീൻ വന്നാൽ ഇത് സ്റ്റേബിൾ ആണ്. വൈ? ആരോമാറ്റിക് ഡയസോണിയം സോൾട്ട് സ്റ്റേബിൾ. വൈ? എന്തായിരിക്കണം? ബെൻസീൻ റിംഗ് വന്ന അപ്പൊ തന്നെ എന്ത് പറഞ്ഞേക്കണം? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. അതന്നെ വരിക കേട്ടോ. നോക്കാം, N2+ and Cl- directly attached to sp2 hybridized carbon atom. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കാം കേട്ടോ. നോക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ എവിടെ? ഹാലോ ആൽക്കൈനിൽ കിടപ്പുണ്ട് കേട്ടോ. നോക്കാം. അപ്പോ ഓർത്തു നോക്കാം. ഇനി അടുത്ത് എഴുതുന്ന അതിനെ കുറിച്ചാണ് കേട്ടോ. നെക്സ്റ്റ് ലൈൻ എഴുതി നോക്കാം. ആരോമാറ്റിക് അമീൻ. ഇപ്പൊ ഇതെന്താ എഴുതിയ? ആലിഫാറ്റിക്. ആലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? R ഗ്രൂപ്പ് അല്ലേ. ഓക്കെ. ഇനി അടുത്ത ലൈൻ എഴുതി നോക്കാം. ആരോമാറ്റിക് അമീൻ റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ്. ആരോമാറ്റിക് അമീൻ റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ്. ആരോമാറ്റിക് അമീൻസ് റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ് at low temperature to form diazonium salt. ഡയസോണിയം സോൾട്ട്. ഇവിടെ ഇങ്ങനെ കൊടുക്കാം, NaNO2 + HCl. ഓർ എന്തായിരിക്കാൻ കൊടുക്കാൻ ചാൻസ്? HNO. വന്നാൽ എന്തായിരിക്കണം? ഇത് ബെൻസീൻ റിംഗ്. ടോപ്പിൽ എന്ത് വരും? N2+ and Cl. അപ്പൊ നിങ്ങൾ ഈ HNO2 മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ HNO2 മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ HNO2 മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ N2+CL- കിട്ടില്ല. Cl ഇവിടെ നിന്നല്ലേ കിട്ടണേ. അപ്പൊ ഒബിയസ്ലി HNO2 ഉണ്ടാവുന്നത് ഇത് വെച്ചിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ നൈട്രസ് ആസിഡ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാലും അത് NN2 and HCl വെച്ച് തന്നെയാണ് എന്നാണ് അവര് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എടുത്തെഴുതുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ NN2 and HCl തരാതെ HNO2 മാത്രം നിന്നാൽ നിങ്ങൾക്ക് വരുന്നത് സാറേ Cl അവിടെ നിന്ന് വന്നു. അപ്പൊ HNO2 ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ കോമ്പൗണ്ട് വേണം. അപ്പൊ അതാണ് ഹിന്റ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വേഗം എടുത്ത് പേരറിയാലോ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇതിന്റെ പേര് അനലിൻ കേട്ടോ. The next reading, reaction with aryl sulfonyl chloride. Reaction with aryl sulfonyl chloride. Reaction with aryl sulfonium chloride. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ്. aryl sulfonyl chloride. Reaction with aryl sulfonyl chloride. ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതി വെക്കുക ഹിൻസ്ബർഗ് ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഹിൻസ്ബർഗ് ടെസ്റ്റ് സ്പെല്ലിംഗ് പറയാം കേട്ടോ. HINSBERGS. ഹിൻസ്ബർഗ് ടെസ്റ്റ്. HINSBERGS. ഹിൻസ്ബർഗ് ടെസ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് പോലെ എഴുതിയാൽ മതി. താഴെ എഴുതി വെക്കുക ഫസ്റ്റ് പോയിന്റ് ഡിസ്റ്റിങ്ക്യൂഷ് ഹൈഫൺ. ഫസ്റ്റ് പോയിന്റ് ഡിസ്റ്റിങ്ക്യൂഷ് ഹൈഫൺ. ഹിൻസ്ബർഗ് ടെസ്റ്റ് ആണ്. അത് ടെസ്റ്റിന്റെ ഫോർമാറ്റിൽ എഴുതിയാൽ മതി. അപ്പോൾ താഴെ ഫസ്റ്റ് എഴുതി വെക്കുക ഡിസ്റ്റിങ്ക്യൂഷ് ഹൈഫൺ പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീൻ. അടുത്ത ലൈനിൽ റിയേജന്റ്. റിയേജന്റ് ഹൈഫൺ. റിയേജന്റ് ഹൈഫൺ ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. റിയേജന്റ് ഹൈഫൺ എഴുതിയിട്ട് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. അവിടെ ആ കോമ്പൗണ്ട് ഒന്ന് എഴുതി വെക്കുക C6H5SO2Cl. ഇതാണ് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ് കേട്ടോ. C6H5SO2Cl. ഇപ്പൊ ഡിസ്റ്റിങ്വിഷ് എഴുതി, റിയേജന്റ് എഴുതി. ഇനി താഴെ അടുത്ത തേർഡ് ഹെഡിങ്, തേർഡ് പോയിന്റ് പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ് തേർഡ് ലൈനിൽ കേട്ടോ. പ്രസിപ്പിറ്റേറ്റ് ഹൈഫൺ എന്നിട്ട് ഫുൾ ആയിട്ട് എഴുതാം കേട്ടോ. എന്താ എഴുതാ? പ്രസിപ്പിറ്റേറ്റ് പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത്. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫോണിയൽ ക്ലോറൈഡ്. പ്രൈമറി അമീൻ react with benzene sulfonyl chloride to form precipitate soluble in alkali. To form precipitate soluble in alkali. Repeat ചെയ്യാം. primary amine react with benzene sulfonyl chloride. Primary amine react with benzene sulfonyl chloride. Primary amine react with benzene sulfonyl chloride to form precipitate. എങ്ങനെയായിരിക്കും? soluble in alkali. ഇവിടെയും നോക്കിയേ CH3NH2 SO2Cl വന്നാൽ എന്ത് ചെയ്യണം? ഇതിനു മുമ്പ് നമ്മൾ അസൈലേഷനിൽ എന്താണോ ചെയ്തത് ആ പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യണം. ഇവിടെ അസൈലേഷൻ എന്താ ചെയ്യുക നോക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ അസൈലേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് അതിന്റെ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. വെരി ഗുഡ് കേട്ടോ. HCl റിമൂവ് ചെയ്തു. അങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ. HCl റിമൂവ് ചെയ്തു കേട്ടോ. അപ്പൊ അയാൾ പറയണ പോലെ നമുക്ക് നോക്കാം. ഇത് കേട്ടോ, ഈ Cലും ഈ Hഉം ഇവിടെ ഒരു Hഉം HCl അങ്ങ് പോകും. എന്നിട്ട് എന്ത് ചെയ്യണം? തമ്മില് എവിടെ നിന്നാണോ റിമൂവ് ചെയ്ത് അവരെ തമ്മിലാ ജോയിൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അങ്ങനെ വരുമ്പോ എന്ത് വരും? ബെൻസീൻ റിംഗ്. ഇതിന്റെ ടോപ്പില് SO2 ആണോ? നോക്കാം SO2. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് വരും അല്ലേ? NHCH3 ആണോ? SO2 കഴിഞ്ഞിട്ട് NHCH3.
ഇത്ര എഴുതിയാൽ കേട്ടോ നോക്കാം. എന്നിട്ട് താഴെ എന്ത് എഴുതണം? സോലുബിൾ ഇൻ കേട്ടോ. വേഗം എടുത്ത് എഴുതിയേ. soluble in alkali. Soluble in alkali. ഇവിടെ ഓർത്ത് നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ ഈ SO2 എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ബോണ്ട് ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. ഇത് എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ഇത് നിങ്ങൾ വന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് പല കുട്ടികളൊക്കെ എന്താ പറയും S ഡബിൾ ബോണ്ട്, പിന്നെയും ഒരു ഡബിൾ ബോണ്ട്, പിന്നെ NH അങ്ങനെ പറയുമ്പോൾ എന്താ പറ്റുക പറഞ്ഞാൽ സ്ട്രെയിൻ ആവും. അപ്പം ഈ ഡബിൾ ബോണ്ട് എങ്ങനെ മാറി സിംഗിൾ ബോണ്ട് ആയാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. അപ്പോൾ ആ മാർക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ SO2 എന്നൊക്കെ എഴുതുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഏറ്റവും എന്താണ് എറേഴ്സ് വരാത്ത രീതിയിൽ ഫോർമാറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. SO2 NH CH3. ഇനി നെക്സ്റ്റ് അടുത്ത ലൈനിൽ എഴുതി വെക്കുക, സെക്കൻഡറി അമീൻ react with secondary amine react with benzene sulfonyl chloride. Secondary amine react with benzene sulfonyl chloride to form precipitate insoluble in alkali. Secondary amine react with the benzene sulfonyl chloride to form precipitate insoluble in alkali. അപ്പോൾ നേരത്തെ തമ്മിൽ എന്താ വ്യത്യാസം? അത് സോലുബിൾ ആണ്, ഇതെന്താണ് ഇൻസോലുബിൾ ആണ്. ഓർത്ത് നോക്കുക. ഇനി എന്താ ചെയ്യുന്നത്? ഇതുണ്ടോ, ഇതാണ് സെക്കൻഡറി അമീൻ അല്ലേ ഫോർമാറ്റ്. ഈ എച്ചും സിയിലും HCl ആയിട്ട് അവിടെ പോയി, ബാക്കി അവർ തമ്മിൽ ജോയിൻ ചെയ്തു. ഉണ്ടോ? ഓർത്ത് നോക്കാം. വേറെ വ്യത്യാസം ഉണ്ടോ? വേഗം വരച്ചു. എന്നിട്ട് ഇവിടെ എന്ത് എഴുതാം? ഇതിനാണ് മാർക്ക്. ഇവിടെ എന്ത് എഴുതാം? ഇൻസോലുബിൾ ഇൻ ആൽക്കലി കേട്ടോ. ഇൻസോലുബിൾ കേട്ടോ. സെക്കൻഡറിക്ക് എന്താണ്? ഇൻസോലുബിൾ. പ്രൈമറി സോലുബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി എന്താണ്? ഇൻസോലുബിൾ ഇൻ ആൽക്കലി. Insoluble in alkali. ഓക്കെ ആണോ? ഇനി തേർഡ് എന്തായിരിക്കും? ടെറിഷറി അമീൻ. റിയാക്ട് ചെയ്യോ? എന്തുകൊണ്ട് റിയാക്ട് ചെയ്യാത്ത? എല്ലാത്തിലും എന്താണ് HCl അല്ലേ പോണേ അല്ലേ? ഇവിടെ ഒരു ആറും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ഒരു മിച്ചുണ്ടാവോ? NH കൊണ്ട് ഉണ്ടാവില്ല അല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ അടുത്ത പോയിന്റ് എഴുതി വെക്കാം. ടെറിഷറി അമീൻ do not react with the tertiary amine benzene sulfonyl chloride. Reason എന്തായിരിക്കും? This is because absence of NH bond. Absence of NH bond. നെക്സ്റ്റ് അടുത്ത ഹെഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിലേക്ക് എത്തുകയാണ് കേട്ടോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഫസ്റ്റ് പോയിന്റ് അതിൽ എഴുതി വെക്കാം. NH2 ഗ്രൂപ്പ് ഈസ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. NH2 group is ortho and para directing. NH2 group is a ortho and para
directing and a powerful activating group. ഈ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കേട്ടോ, അയാളുടെ വേറെ പേരാണ്. അപ്പോൾ ഓർത്തു നോക്കുക, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ഇവര് കേട്ടോ. ഓക്കെ, NH2 ഗ്രൂപ്പ് ഈസ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആൻഡ് പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്രോമിനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ ഇതൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ഹെഡിങ് എഴുതുക ബ്രോമിനേഷൻ. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് സബ് ഹെഡിങ് ആണ് ബ്രോമിനേഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് സബ് ഹെഡിങ് ബ്രോമിനേഷൻ. 3 സബ് ഹെഡിങ് ആണ്, ഇതിൽ ഫസ്റ്റ് ഹെഡിങ് ആണ് ബ്രോമിനേഷൻ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ വരുന്നത് എങ്ങനെയാണ്? NH2 ഗ്രൂപ്പ് അനലിനാണ്. അനലിലേക്ക് ബ്രോമിൻ വാട്ടർ Br2 gives H2O. ഈ ബ്രോമിൻ വാട്ടർ എന്ന് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് H2O വാട്ടർ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ നോക്കുക. ബ്രോമിൻ വാട്ടർ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർത്തോ ആൻഡ് പാരയിൽ ഒരുമിച്ച് Br വരും. ബെൻസീൻ്റെ ടോട്ടൽ NH2. ഈ ഓർത്തോയിൽ Br വരും, ഇവിടെ Br വരും, Br2H2O ബ്രോമിനേഷൻ ആണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. അനലിൻ കൺവേർട്ട് ടു പാരാ ബ്രോമോ അനലിൻ. പാര മാത്രം ഓർക്ക് വേണം, മതി, ഇത് രണ്ടും വേണ്ട. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു അസറ്റേരിയേഷൻ ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് അതിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ അനലിൻ കൺവേർട്ട് ടു പാരാ ബ്രോമോ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എക്സസൈസിലെ ക്വസ്റ്റൻ ആണ്. അനലിൻ കൺവേർട്ട് ടു പാരാ ബ്രോമോ അനലിൻ. അനലിൻ കൺവേർട്ട് ടു പാരാ ബ്രോമോ അനലിൻ. ഇതാണ് അനലിൻ. ബെൻസീനിനുള്ള NH2. അതിലേക്ക് നമ്മൾ അസറ്റൈൽ അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ CH3CO twice O. CH3CO twice O. ഈ ഗ്രൂപ്പ് ആണ് കേട്ടോ. CH3CO twice O കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് താഴേക്ക് അതിൻ്റെ ഒന്ന് വലുതാക്കി എഴുതാം കേട്ടോ. ഇവിടെ നോക്കിയേ, CH3CO ഇത് കണ്ടോ, ഇത് O കോമൺ ആയിട്ട് ഇവിടെ ഒരു CO CH3 കേട്ടോ. നോക്കാം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കാം, എല്ലാ സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇതിനു മുമ്പ് നമ്മൾ കൊണ്ടേക്കുന്ന എല്ലാ റിയാക്ഷനിലും ഒരു ഗെയിമാണ് എല്ലായിടും നടക്കുന്നത്. NH നമ്മൾ ആൽക്കൈലേഷനും അസൈലി അല്ലെ, അതൊക്കെ സമയത്ത് H-നെയാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഈ NH കണ്ടോ, ഈ NH ഇവിടെ നിന്ന് ഒരു H ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഇവിടെ വരും. അപ്പൊ എന്താവും? ഈ H ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ എന്താ? CH3COOH അതങ്ങ് പോകും. ബാക്കി ഇവിടെ എന്ത്? ഇവിടെ എന്നിട്ട് NH ഉണ്ട്. അപ്പൊ ബെൻസീൻ റിംഗ്, ഇതിന്റെ ടോപ്പില് NH. ഇനി ഇവിടെ ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? COCH3 കണ്ടോ. ഓർത്ത് നോക്കി, ഇവിടെ നിന്ന് ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? മാറും. ബാക്കി എന്തുണ്ട്? COCH3. ആ COCH3 ഇവിടെ ജോയിൻ ചെയ്ത് വരും. ഇവിടെ COCH3 വരും. ഈ ഗ്രൂപ്പ് പാരാ ഡയറക്റ്റിംഗ് ആണ്. ഈ ഗ്രൂപ്പ് വന്നാൽ എന്താണ്? പാരാ ഡയറക്റ്റിംഗ്. അപ്പോ ഈ ഗ്രൂപ്പ് പാരാ ഡയറക്റ്റിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തിലേക്ക് എന്തിടാം? ബ്രോമിൻ ഇടാം കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഇതിലേക്ക് വീണ്ടും Br2 ഇടുന്നത്. ഇവിടെ നോക്കാം, Br2. ഇവിടെ കിട്ടിയേക്കുന്ന CH3COH നമുക്ക് ഇവിടെ എഴുതാം. ഒരു അസിഡിക് മീഡിയ ആയിട്ട് അത് വർക്ക് ചെയ്യും. കണ്ടോ, ഇതെവിടെ നിന്ന് കിട്ടി? കണ്ടോ, CH3COH കണ്ടോ, ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോ ഈ Br ഇനി എവിടെ വരുള്ളൂ? പാരയിൽ വരുള്ളൂ.
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോ ബെൻസീൻ റിംഗ് ഇതിന്റെ ടോപ്പില് NH CO CH3 ഇവിടെ B ആണ്. ഇനി നമുക്കറിയാം ഈ COCH3 മാറിയിട്ട് NH2 ആവണം. അതിന് നമ്മൾ ഇടുന്നത് വാട്ടർ ആണ് കേട്ടോ. വാട്ടർ ഇവിടെ H+ ആണ് OH- കൊടുക്കുന്നുണ്ട്. H2 എന്ന് എഴുതിയാൽ മതി. H2 വാട്ടർ ആഡ് ചെയ്യുമ്പോൾ H2 ആകും, താഴെ Br ആകും കേട്ടോ. ഇതാണ് റിയാക്ഷൻ. ഇനി ഇവിടെ ഒരു പീരീഡിനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റിയേജന്റ് ആയിട്ട് പീരീഡിനുണ്ട്. സ്പീഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. ടെക്സ്റ്റിൽ ഇത് ഇങ്ങനെ പോയേക്കാണ്, എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ബ്രേക്കിംഗ് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഒരു കോമ്പൗണ്ട്? ആസ്പിരിൻ. വെരി ഗുഡ്, അതാണ് കിട്ടുന്നത്. ഇതേ ബ്രേക്കിങ്ങും ഇതേ ഓയിച്ചും വന്നിരിക്കുന്നത് ആസ്പിരിൻ ആണ്. അപ്പോ എന്താണെന്നറിയോ, ഈ കെമിസ്ട്രിയുടെ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് എവിടെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അങ്ങനെയാണ് പതുക്കെ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ആ ബ്രേക്കിംഗ് ക്ലീവേജും മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അത് കിട്ടി തുടങ്ങും. വേറെ സ്ഥലങ്ങളിൽ ഈ റിയാക്ടന്റ് എവിടെയൊക്കെ വരുന്നു അവിടേക്ക് ഈ ബ്രേക്കിംഗ് ആണ്. പിന്നെ ഇത് വേറെ എവിടെ പഠിച്ചെന്ന് വേണ്ടോ, നിങ്ങൾക്ക് എസ്ട്രിഫിക്കേഷന്റെ അതല്ലാതെ RCOCl ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തുണ്ട് അൺഹൈഡ്രേറ്റഡ്. അവിടെ എല്ലാം ഏത് സ്ഥലത്ത് വന്നാലും എവിടെ ബ്രേക്ക് ചെയ്തേക്കണം, ഇവിടെ ഇതുപോലെ ബ്രേക്ക് ചെയ്യാം കേട്ടോ. ബ്രേക്കിംഗ് ക്ലീവേജ് ഒക്കെ നമ്മൾ അല്ലേ 11th പഠിച്ചിട്ടുണ്ടോ? ഫിഷൻ അല്ലേ? എന്തൊക്കെ ഫിഷൻ ഉണ്ട്? ഹോമോലിറ്റിക് ആൻഡ് ഹെറ്ററോലിറ്റിക് ഫിഷൻ അല്ലേ? വേഗം എടുത്തത് കേട്ടോ. കഴിഞ്ഞോ? എഴുതിയോ? അപ്പൊ എന്ത് കഴിഞ്ഞു? ബ്രോമിനേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ നെക്സ്റ്റ് ഹെഡിങ് നൈട്രേഷൻ കേട്ടോ. ബ്രോമിനേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെഡിങ് നൈട്രേഷൻ. അപ്പൊ ഇനി വരുന്ന എല്ലാ ഹെഡിങ്ങിലും ജനറലി എന്താ ഓർത്തോ ആൻഡ് പാരയാണ് അല്ലേ? പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് നൈട്രേഷൻ. നൈട്രേഷനിൽ നമ്മൾ അനലിൻ അതിലേക്ക് HNO3 ആൻഡ് H2SO4 ആണ് ആഡ് ചെയ്യുന്നത്. അനലിൻ അതിലേക്ക് HNO3 ആൻഡ് H2SO4. HNO3 and H2SO. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഓർത്തോ പാര അല്ലേ? ഓർത്തോ പാര ഡയറക്റ്റിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ബെൻസീൻ റിംഗ് NH2 ഓർത്തോ പ്ലസ് പാര പ്ലസ് ഇവിടെ ഒരു മെറ്റയും കൂടി കിട്ടും. അതില് ഏറ്റവും ഹൈയസ്റ്റ് എപ്പോഴും പെർസെന്റേജ് വരുന്നത് ഇയാൾക്ക് തന്നെയാണ്, 51%. ഇത് 47%. ഇത് 2%. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കിട്ടാൻ പാടില്ലാത്തതാണ്. ഇത് കിട്ടാനായിട്ട് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ആര്? NH2 ഗ്രൂപ്പ് എന്താണ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് കേട്ടോ. എന്ത് ഈ സംഭവം? ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഒരു വീട് പോലെ ആലോചിക്കുക. വീട്, അതില് ഈ പൊസിഷൻസിൽ ഇങ്ങനെ ആലോചിക്കേണ്ടത്, ഈ വരുന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ അയാൾ വന്നിട്ട് ഓർത്തോ ആൻഡ് പാര ഓപ്പൺ ആക്കി വെക്കും. അതിൽ കൂടി മാത്രം വന്നാൽ മതി. ഇപ്പൊ ഈ ട്യൂഷൻ സെന്റർ ഓർത്തോക്ക അല്ലേ? ഓർത്തോക്ക ഇയാളാണ് അതിന്റെ ഓണർ എന്ന് കരുതുക. ഇയാൾ തീരുമാനിക്കുന്നത് ഇതിലേക്ക് കാറ്റ് കയറേണ്ടത്, എയർ കയറേണ്ടത് ഈ ജനൽ വഴി കയറിയാൽ മതി.
കേട്ടോ. ഇയാൾക്ക് അതാണ് ഇഷ്ടം, ആ ജെല്ല് മാത്രമേ തുറക്കുള്ളൂ. അതുപോലെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ദിസ് പൊസിഷൻ ആൻഡ് എന്താണ് ദിസ് പൊസിഷൻ. അതാണ് ഇവര് ഓർത്തോ ആൻഡ് പാര. അത് എന്തുകൊണ്ടാണ്? റെസണൻസ് കൊണ്ടാണ്. റീസൺ എന്തായിരുന്നു? റെസണൻസ്. അപ്പൊ ആരാ തീരുമാനിക്കണത്? NH2. പക്ഷേ ഇവിടെ മെറ്റി ഉണ്ടാവും. അത് ടെക്സ്റ്റ് ബുക്കിൽ ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ് മെറ്റ വരുന്നത്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഇതില് അനലിലാണ്. ഇതിനെ നൈട്രേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഈ H2SO4 എന്തിനാ ഇവിടെ ആഡ് ചെയ്യുന്നത്? HNO3 പോലെ പൊതുവെ NO2 കിട്ടാൻ വേണ്ടി അസിഡിക് മീഡിയം എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചോദ്യം. ഇങ്ങനെയുള്ള എല്ലാത്തിലും കേട്ടോ, ഇതിനു മുമ്പ് എടുക്കുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ അൺഹൈഡ്രസ് AlCl3 ആഡ് ചെയ്യുന്നത് എന്തിനാണ്? അതേ ആൻസർ തന്നെയാണ് ഇത്. ചോദിക്കാം, റീസൺ ആയിട്ട് ചോദിക്കാം. CH3 ഫ്രിഡൽ ക്രാഫ്റ്റ് ഓർമ്മയുണ്ടല്ലോ, ഫിനോൾ. അതിലേക്ക് എന്താണ്? CH3Cl ആൻഡ് അൺഹൈഡ്രസ് AlCl3 11ത്തിലുള്ളതാണ്. എല്ലായിടത്തും നമ്മൾ ഈ അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ H2SO4 അതെല്ലാം എന്തോ ഇലക്ട്രോൺസ് അല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വേർഡാണ്. അതായിരിക്കും പറയുന്നത്. അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണത്? അയാൾ പറഞ്ഞത് ഇത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആൻസറായി. അയാൾ പറഞ്ഞത് എന്താ? ഇലക്ട്രോ അല്ലേ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ആൻസർ എന്താ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാല് ഇവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെയൊക്കെ കൂടുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോ ഈ HNO3 ഇല്ലേ, ഈ HNO3 ബ്രേക്ക് ചെയ്യും. H ഉം NO3 ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കണ സമയത്ത് ഈ H2SO4 വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് NO2+ ആകും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇവനങ്ങ് ബ്രേക്ക് ചെയ്ത് NO2+ ആകും. അപ്പൊ ഈ H2SO4 പറയും ദേ അനിലിൻ വന്നിട്ടുണ്ട്, ഈ ബ്രേക്ക് ചെയ്തോ NO2 ആകും. ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. NO2+നെയാണ് എന്ത് വിളിക്കുന്നത്? പ്ലസിനെ എന്ത് വിളിക്കുന്നത്? പോസിറ്റീവ് വന്ന ഇലക്ട്രോഫൈൽ, മൈനസ് വന്ന ന്യൂക്ലിയോഫൈൽ അല്ലേ? അപ്പൊ ആരൊക്കെ ന്യൂക്ലിയോഫൈൽ? OH-, CN-. എവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചേ? SN1 SN2 അല്ലേ? ഓർത്തു നോക്കുക. അവിടേക്ക് എന്താ ചെയ്യുന്നേ? Cl- പോയി OH- വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ജനറലി നടക്കുന്ന എവിടെയാ? ഒരേ ചാർജ് ഉള്ള സ്ഥലത്താണ് അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ? ഫുട്ബോളിൽ കൊണ്ടുപോയിട്ട് അല്ലെ ക്രിക്കറ്റ് തന്നെ ചെയ്യോ? ഇല്ല, ഒരേ ചാർജ് ആണ്. അതുപോലെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ആരായിരിക്കും ഉള്ളത്? H+നെ മാറ്റിയിട്ട് ആര് വരും? NO2+ വരും. ആ NO2+ എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോഫൈൽ. ആ ഇലക്ട്രോഫൈൽ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത്? H2SO4. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഈ NO2 ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? അതിന്റെ റീസണിലേക്ക് പറയുമ്പോൾ ഈ H2SO4ന്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ HNO3 NO2+ ആണ്. പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. ഈ H2SO4 NH2 എന്ന് പറയുമ്പോൾ അത് ബേസ് ആണ്. ബേസിന്റെ അടുത്ത് എന്ത് ചെയ്യും? H2SO4 ജോയിൻ ചെയ്തിട്ട് അനലിനം അയോൺ ഉണ്ടാവും. എന്തുണ്ടാവും? അനലിനം അയോൺ. എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം? ഇത് ബേസ്, ഇതെന്താണ്? ആസിഡ്. അപ്പൊ ഇയാളുടെ അടുത്തും റിയാക്ട് ചെയ്യും, ഇയാളുടെ അടുത്തും റിയാക്ട് ചെയ്യും. രണ്ട് സ്ഥലത്തും ഈ പ്രശ്നം ഉണ്ടാക്കി കളയും. മനസ്സിലായി? അപ്പൊ H2SO4 ഒന്ന് ഇയാളുടെ അടുത്ത് നിന്ന് ഇലക്ട്രോഫൈൽ ഉണ്ടാവും. H2SO4 ഇവിടെ ജോയിൻ ചെയ്തിട്ട് എന്ത് വരും? അനലിനമയം. അനിലമയം എന്ന് പറഞ്ഞാൽ ഈ H ഇല്ലയോ ഇവിടെ ചെയ്യും. അപ്പൊ NH3+. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അനലിനമയം. ഈ അനലിനമയം മെറ്റാ ഡയറക്റ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഗീവ് റീസൺ നമ്മൾ എഴുതും കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫുൾ ആയിട്ട് എഴുതിക്കോ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഫുൾ ആയിട്ട് എഴുതി വെച്ചോ. ആ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് അതിന് ആൻസർ കീ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചാൽ മതി. ചാപ്റ്റർ ഏതായിരുന്നു? എൻ്റെ പഴയ ബുക്കാണ്. 9 അല്ലേ? 9.3. 9.3 ഫോർത്ത് ക്വസ്റ്റ്യൻ. 9.3 ഫോർത്ത് ക്വസ്റ്റ്യൻ. Although amino group is a ortho and para directing in aromatic electrophilic substitution reaction, aniline on nitration give a substantial amount of metanitroaniline. Give reason. ഇതാണ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ 13.3 ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 9.3 അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. 9.3 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ആണ് ഇനി എഴുതാൻ പോണേ കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ നമ്മൾ നോട്ട് പോയിന്റ് ആയിട്ട് എഴുതാൻ പോവാണ്. ഇവിടെ മെറ്റ കിട്ടിയതിന്റെ റീസൺ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ അത് വരും കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു.
In the strongly acidic medium, in the strongly acidic medium എന്ന് പറഞ്ഞാൽ H2SO4 ഉണ്ട് അല്ലേ? Strongly acidic medium, comma, aniline is protonated to form, aniline is protonated to form anilinum ion, ANILINIUM, anilinum ion, ION, anilinum ion, which is meta-directing, full stop. That is why besides the ortho and para derivatives, that is why besides the ortho and para derivatives, that is why besides the ortho and para derivatives, comma, significant amount of meta derivative is also formed. Significant amount of meta derivative is also formed. Significant derivatives of meta derivative is also formed. ഇവിടെയും നേരത്തെ ചെയ്യുന്ന പോലത്തെ ഉള്ള ആൾ വീണ്ടും വരുന്നുണ്ട്. അനലിൻ കൺവേർട്ട് ടു പാരാ നൈട്രോ അനലിൻ. അതുകൂടി എഴുതി വെച്ചേ. അനലിൻ കൺവേർട്ട് ടു പാരാ നൈട്രോ അനലിൻ. പാര മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റൈലേഷൻ ചെയ്യണം അല്ലേ? ഓർത്ത് വെക്കാം. നമ്മൾ ചെയ്തതാണ് ഒരു അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്ത പോലെ കേട്ടോ. ഓർത്ത് വെക്കാം. അനലിൻ കൺവേർട്ട് ടു പാരാ നൈട്രോ അനലിൻ. ഡയറക്റ്റ് ആയിട്ടല്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. എന്ത് ചെയ്യണം? പാര മാത്രമുള്ള ഡയറക്റ്റ് ഗ്രൂപ്പ് ഏതാ? നേരത്തെ ചെയ്തത് കേട്ടോ. CH3 CO twice O ഉണ്ടോ? അപ്പൊ എന്ത് തോന്നുന്നു? നേരത്തെ എഴുതിയ അതേ റിയാക്ഷൻ കേട്ടോ, അതേ സ്റ്റൈൽ തന്നെ. NHCO CH3 അതിലേക്ക് നമ്മൾ എന്തിടും? HNO3 H2SO. പാരയിലെ NO2 ഇല്ല, ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓർത്തോക്കാം. ബാക്കിയുള്ളതിലാണെങ്കിൽ നമുക്ക് ഇത് ഓർത്തോ പ്ലസ് പാര കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ട് വരും. ബാക്കി എല്ലാ ചാപ്റ്ററിലും നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ? ഇവിടെ നമുക്ക് പറ്റില്ല. കേട്ടോ. നേരത്തെ എഴുതിയിരിക്കുന്ന അതേ മെത്തേഡ്, നേരത്തെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത മെത്തേഡൊക്കെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഇനി അടുത്ത ഹെഡിങ് സൾഫണേഷൻ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ സൾഫണേഷൻ. നെക്സ്റ്റ് ഹെഡിങ് ചെയ്ത് വെച്ചോട്ടോ, സൾഫണേഷൻ. സൾഫണേഷൻ. സൾഫണേഷൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. സൾഫണേഷൻ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കേട്ടോ. ഇവിടെ അനലിൻ റിയാക്ട് വിത്ത് concentrated sulfuric acid to form anilinum hydrogen sulfate. Anilinum hydrogen sulfate.
Aniline react with concentrated sulfuric acid to form anilinum hydrogen sulfate, which on heating with sulfuric acid produces Which one you take with? sulfuric acid. Sulfuric acid വീണ്ടും excess ആണ്. Sulfuric acid produces para-amino benzene sulfonic acid. Para-amino benzene sulfonic acid. Para-amino benzene sulfonic acid, commonly known as sulfonalic acid. Para-amino benzene sulfonic acid, commonly known as sulfonalic acid. SULPHANILIC. Sulfonalic acid ഒരുമിച്ചാണ് കേട്ടോ. Sulfonalic acid. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് എന്തായിരുന്നു? കോൺസെൻട്രേറ്റഡ് H2SO4. ഫസ്റ്റ് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ജോയിൻ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഈ NH2ലേക്ക് ഇവിടെ നിന്ന് ഒരു H ജോയിൻ ചെയ്താൽ എന്ത് വരും? ഈ NH2ലേക്ക് ഇതിൽ നിന്ന് ഒരു H ഇതിലേക്ക് ജോയിൻ ചെയ്താൽ എന്ത് വരും? NH3. കേട്ടോ, ഇവിടെ നിന്ന് H+ ആ വരുന്നത്. H2SO4 വെള്ളത്തിലിട്ട് എന്താ കിട്ടുന്നത്? H+ വരും അല്ലേ? H+. അതുകൊണ്ടാണ് അതിനെ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ നോക്കിക്കോട്ടോ. ഈ കോമ്പൗണ്ട് ഇത് കാണാതെ പഠിക്കാൻ നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി പഠിക്കാൻ നോക്കണം കേട്ടോ. നമ്മൾ ഇത് മാത്രം പഠിക്കുക, ഇത് രണ്ടെണ്ണം മാത്രം പഠിക്കുക, ബാക്കിയെല്ലാം നിങ്ങളുടെ കോമൺ ഐഡിയ ആയിട്ട് കാണാതെ നിങ്ങളോട് പറയിപ്പിക്കും കേട്ടോ. ഓർത്തോളാം. ഇവിടെ ശ്രദ്ധിക്കുക, NH3+ എന്ന് വരും. ഇത് എവിടെ നിന്ന് കിട്ടിയ എന്ന് പറഞ്ഞാൽ H വരും. ബാക്കി എന്നുണ്ട്, ഇത് ബാക്കി എന്നുണ്ട് അല്ലെ? NH3+ കഴിഞ്ഞാൽ H ഉണ്ട് അല്ലെ? SO4 ഉം H ഉണ്ട്. അതിന് നമുക്ക് HSO4 എന്ന് എഴുതാം. അതെന്തായിരിക്കും? മൈനസ് ആയിരിക്കും കേട്ടോ. ഓർത്തോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് രണ്ടായിട്ട് വരുമ്പോൾ അതെങ്ങനെ കിട്ടണം? ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറെ കളറൊക്കെ ഇട്ട് എഴുതിയിരിക്കും. HSO4 മൈനസ്. എന്തുകൊണ്ട് ഇത് മൈനസ് ആയത്? ഇവിടെ നിന്ന് H പോകുമ്പോൾ അല്ലേ, ഇത് മൈനസും ഇതും പ്ലസും ആയി. അങ്ങനെ ഓർത്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഇത് എന്തിനാ മൈനസ് ആയി അങ്ങനെയൊക്കെ ആലോചിക്കും. അപ്പോൾ ഓർത്ത് നോക്കാം, ഇവിടെ നിന്ന് ഒരു H ഇതിലേക്ക് കൊടുത്തു, അതുകൊണ്ട് ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. ഇനി നെക്സ്റ്റ് അവിടെ തന്നെ ഒരുമിച്ച് അങ്ങനെ ജോയിൻ ചെയ്ത് എന്താ കിട്ടാം? ആസിഡും ബേസും കൂടി ജോയിൻ ചെയ്ത് എന്താ കിട്ടാം? സോൾട്ട്. അപ്പൊ ഇതെന്താ ശരിക്കും ഉണ്ടാവുന്നത്? സോൾട്ട് ആണ് കേട്ടോ. അയണിക് ബോണ്ട് ആണ്. സോൾട്ട് ആയതുകൊണ്ട് അയണിക് ബോണ്ട് ആവുന്നത്. അതുകൊണ്ടാണ് പ്ലസും മൈനസും വരുന്നത് അല്ലെ? Na+ and Cl- ഒക്കെ വരുന്ന പോലെ ഇരിക്കുന്നു. ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഇതിനെ ഹീറ്റിംഗ് മോഡ് ടെമ്പറേച്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 453 to 473. ഇനി 453 to 473. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഹീറ്റിന്ന് എഴുതിയാൽ മതി കേട്ടോ. നോക്കാം, ഈ ടെമ്പറേച്ചർ തെറ്റിച്ച് എഴുതരുത്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഹീറ്റിന്ന് എഴുതിയാൽ മതി കേട്ടോ. നോക്കാം. ദെൻ നെക്സ്റ്റ് ഇതാണ് അടുത്ത കോമ്പൗണ്ട് ആയിട്ട് കിട്ടുന്നത്. NH2 and SO3H. ഇങ്ങനെയാണ് അവർ എഴുതിയേക്കുന്നത്. ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കിട്ടി? അത്ര വലിയൊരു കോമ്പൗണ്ട് അല്ലേ ഇത്? ഇങ്ങനെ പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് വെക്കുക. എന്ത് പോയി? H2O പോയി അല്ലേ? അത് H2 എങ്ങനെ പോയി? അതാണ് പറയണ്ടേ കേട്ടോ. നോക്കാം, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പോയി കണ്ടോ? അങ്ങനെ ആലോചിക്കാം കേട്ടോ. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നിന്ന് പോയത്? വാട്ടർ. എന്തുകൊണ്ട് വാട്ടർ പോയി എന്ന് പറഞ്ഞു നോക്കിയേ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഉണ്ട്.
ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ പോയിട്ടുണ്ട്. ആ ഓക്സിജൻ വെറുതെ പോകുന്നില്ല കേട്ടോ. ഓക്സിജൻ എത്ര ഹീറ്റ് ചെയ്താലും വെറുതെ പോകില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വെള്ളത്തിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും കിട്ടും ഓക്സിജനും കിട്ടും അല്ലേ. അല്ലേ ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ബോംബൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഓർത്ത് നോക്കാം അല്ലെ. കാര്യമായിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ പിന്നെ കഥ മാറി അല്ലേ. ഓർത്ത് നോക്കാം അല്ലെ. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പലതിലും അല്ലേ പറ്റിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിട്ടില്ലേ. വെള്ളം ഒഴിച്ചാൽ വണ്ടി ഓടും, ശരിക്കും ഓടിക്കാൻ പറ്റും. പക്ഷെ വെള്ളം ഒഴിച്ചാൽ വണ്ടി അതറിയില്ലേ യൂട്യൂബിലൊക്കെ. ഈ കണ്ട സാധാരണ ആൾക്കാരൊക്കെയാണ് വെള്ളം ഒഴിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ഭയങ്കരതായിട്ട്. തമിഴ്നാട്ടിൽ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇഷ്ടംപോലെ വന്നാണ്. പിന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാമൻ പെട്രോൾസ് എന്ന് പറഞ്ഞിട്ട് കേട്ടല്ലേ. അത് ഭയങ്കര ഇതായതാണ് ആക്ച്വലി. നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അന്നത്തെ പേപ്പറുകളിലൊക്കെ ഫ്രണ്ട് ലൈനിൽ ഫുൾ പേജിൽ രാമൻ പെട്രോൾസ് എന്ന് പറഞ്ഞിട്ട് വലിയ ഇതുണ്ടായി. വേറെ ഒന്നുമില്ല, തമിഴ്നാട് റീജിയനിലുള്ള ഒരാളാണ്. പുള്ളി ഒരു കുറച്ച് പച്ചില ഇലയൊക്കെ എടുക്കും. ആ ഇല എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇതുണ്ടാക്കിയിട്ട് ഡീസൽ ഉണ്ടാക്കി. പുള്ളി പറഞ്ഞ ബയോഡീസലാണ്. പക്ഷെ പുള്ളി പറഞ്ഞു തരില്ല. ആരും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകില്ലേ, അതുകൊണ്ട് അതിന്റെ എന്താണ് ടെക്നിക്കൽ വശം പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അതുകൂടി വേൾഡ് ഭയങ്കര ഇതായി. കാരണം ഇയാളതൊരു കണ്ടുപിടുത്തമായിട്ട് ക്ലിയർ ആയിട്ട് വന്നു. അങ്ങനെ വന്നിട്ട് അത് വലിയ ഒരു എന്താണ് പേപ്പറുകളിലൊക്കെ വന്നാൽ ഇപ്പോഴും ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. പക്ഷെ അതൊരു ചെറിയൊരു സ്കാം പോലെയായിരുന്നു സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ചില ആൾക്കാർ കരുതി എങ്ങാനും ഇയാൾ ശരിയാണെങ്കിൽ പെട്ടെന്ന് വേൾഡ് അല്ലേ. കാരണം കഥ മാറി. കാരണം വേൾഡിൽ ഇപ്പോൾ ഉള്ള ദുബായ് ഒക്കെ കണ്ടല്ലേ, അവരൊക്കെ ഇത്രയും ഡെവലപ്പ് ആവാൻ കാരണം എന്താ? ഓയിലാണ് ആക്ച്വലി മെയിൻ ആയിട്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ. അവിടെയുള്ള ഏറ്റവും വലിയ ബിൽഡിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് അവർക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. ഓർത്തൊക്കെ ഇപ്പോൾ ഇയാൾ അവിടുത്തെ ഒരു പൗരനാണെങ്കിൽ ആൾക്ക് ഇത്ര ഒരു 1.5-2 ലക്ഷം രൂപ വെച്ച് വെറുതെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. ഹാപ്പിയാണ് ആക്ച്വലി. 4 പേരുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെറുതെ. കാരണം എന്താ അതിന്റെ റവന്യൂന്റെ ഒരു ഷെയർ കിട്ടും. അപ്പോൾ എനിവേ ഇയാളിങ്ങനെ കണ്ടെത്തിയോട് ചോദിച്ചു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് വേറെ കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി വെള്ളം ഒഴിച്ചിട്ട് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് എൻ്റെ കോമൺ ഐഡിയ ചെയ്തേ ഉള്ളൂ. വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി ബാറ്ററി കൊടുത്താൽ എന്ത് പറ്റും? നിങ്ങൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വെച്ചിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലേ? ആണെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞ സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പറയും ആ സാധനം എന്തൊക്കെയോ ആവശ്യമില്ലാത്ത പഠിക്കാത്ത സാധനങ്ങളൊക്കെ തന്നു പഠിപ്പിച്ചേക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നോക്കാം. അപ്പോ ഇതില് ഇത്രയേ ഉള്ളൂ. 2 പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ വന്നാൽ എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും വരും. അത് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വരും അല്ലെ. അത് കത്തിച്ചാൽ എന്ത് കിട്ടും? ഫ്യൂൽ പോലെ ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വാട്ടർ കൊണ്ട് ഓടിക്കുക എന്ന് പറയുന്നത് നേരെ തിരിച്ചായിട്ട് വരുന്നൊരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നോക്കാം. ഇനി ബയോഡീസലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ജെട്രോഫ എന്നൊക്കെ പറയുന്ന പ്ലാന്റുകളുണ്ട്. ആ പ്ലാന്റിന്റെ ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, നമ്മുടെ ഇവിടുത്തെ സൗത്തിലുണ്ട് കേട്ടോ. അതിന്റെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അറിയില്ലേ, അവിടെ ബയോഡീസലിൽ ഉപയോഗിക്കുന്ന ഇതായിട്ടുള്ള എന്താ പറയാ ഒരു സീഡാണ്. സീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ഒരു റൗണ്ട് ആയിട്ടുള്ള പുന്നക്ക എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. കഴിക്കാൻ പറ്റില്ല, എഡിബിളല്ല. അങ്ങനത്തെ ചില പ്ലാന്റ്സുകളുണ്ട്. ആ പ്ലാന്റ്സിന്റെ ഓയിൽ അത് കാട്ടുചെടി പോലെ വളരണതാണ് എനിക്ക്. അപ്പൊ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 30% അതിന്റെ ഓയിലും നമ്മൾ നിങ്ങൾക്ക് അറിയാലോ, ഓയിൽസ് അറിയാലോ, അതുപോലെ തന്നെ ഉപയോഗിക്കും കേട്ടോ. 30% അതും ഡീസൽ കൂടി മിക്സ് ചെയ്തിട്ട് എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ റെയിൽവേയിൽ എക്സ്പെരിമെന്റലായിട്ട് ചില വണ്ടികളിൽ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. ഇവിടെ നിന്ന് വാട്ടർ ആണ് റിമൂവ് ചെയ്തത്. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ, ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ. അപ്പൊ എത്രയായി? ഇല്ല, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ, ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ, OH. ശരിയായോ? OH എടുത്തു. ഇനി ഇവിടെ നിന്ന് H പോയാൽ എന്താവും? NH2. ശരിയല്ലേ? ഇവിടെ നിന്ന് H പോയാൽ NH2. ഇവിടെ നിന്ന് O പോയാൽ എന്തായിരിക്കും? HSO3. അതാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഒരു H കൂടി കിട്ടണമല്ലോ. ആ H കിട്ടും. അത് ഈ ജംഗ്ഷനിലേക്ക് H ഇല്ലേ? ഈ ഓരോ ജംഗ്ഷനിൽ H ഇല്ലേ? ആണോ? ഓർത്ത് നോക്കാം. ഈ ജംഗ്ഷനില് ഈ H റിമൂവ് ചെയ്താൽ മാത്രമാണ് ഇവിടെ ഈ വാലൻസി കറക്റ്റ് ആവുള്ളൂ. ശരിയല്ലേ? ഈ H മാറണ്ടേ, എങ്കിലല്ലേ വാലൻസി കറക്റ്റ് ആവുള്ളൂ. അപ്പൊ സ്ട്രോങ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ H, ഈ ജംഗ്ഷനിലുള്ള H ഇതിലേക്ക് വരും. കണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെയാണ് H2O പോകുന്നത്. ആ H2O പോയി കഴിയുമ്പോൾ SO3H ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് ഒരു H, ഇവിടെ നിന്ന് NH3 ഒരു H, അപ്പൊ 2 H ആയി. ഇവിടെ നിന്ന് ഒരു O. അങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. കേട്ടോ? ഓർത്ത് നോക്കാം. ഇനി ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരുന്നു? സൾഫ് അനലിക് ആസിഡ്. എന്താ പേര്? സൾഫ് അനലിക് ആസിഡ്. ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ നിന്ന് ഇതിന് സ്വിറ്റർ അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് വേറെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഒരു H ഇതിലേക്ക് മുകളിലേക്ക് പോകും കുറച്ച് ചെയ്യുമ്പോ. അങ്ങനെ വരുമ്പോ എന്ത് വരും? ഇത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. അങ്ങനെ അല്ലേ കൊടുക്കുക. NH3+, then SO3-. ഓർത്ത് നോക്കാം. ഈ പ്ലസും മൈനസും 2 എക്സ്ട്രീം എൻഡ് ആണെങ്കിൽ അത് സ്വിറ്റർ അയോൺ ആണ്. അടുത്തടുത്ത് വന്നാൽ വിളിക്കുന്ന നമ്മൾ ഡയസോണിയം സോൾട്ട് എന്ന് വിളിക്കും കേട്ടോ. ഓർത്ത് നോക്കാം.
ഇതിന്റെ പേര് എഴുതണം കേട്ടോ. ഇതിന്റെ പേര് എന്തായിരുന്നു? സൾഫ് അനലിക് ആസിഡ് കേട്ടോ. സൾഫ് അനലിക് ആസിഡ്. ഇതിന്റെ നെയിം സൾഫ് അനലിക് ആസിഡ് ആണ്. സ്വീറ്റർ. എടുത്തത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റിന്റെ ഇതിന്റെ താഴെ നമുക്കൊരു ആൻസർ ആയിട്ട് എഴുതാനുണ്ട്. 9.3 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എഴുതി കേട്ടോ. അനലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. അനലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓർക്കുക. Aniline does not undergo Friedel-Crafts reaction. Full stop. This is due to answer ആണ് കേട്ടോ. This is due to salt formation with. This is due to salt formation with aluminum chloride. Salt formation with aluminum chloride, comma, the Lewis acid, aluminum chloride, the Lewis acid, aluminum chloride Lewis acid ആണ്. Lewis acid due to salt formation with aluminum chloride, the Lewis acid, which is used as a catalyst, which is used as a catalyst, which is used as a catalyst. Full stop. Due to this nitrogen of aniline, this is due to this nitrogen of aniline occur positive charge and hence act as a strongly deactivating group, and hence act as a strong deactivating group, and hence act as a strong deactivating group. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരുന്നതാണ്. ഈ അനലിലേക്ക് നമ്മൾ ഈ കോമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോഴൊക്കെ കണ്ടോ, ഇത് ആരെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്? ബേസ് അല്ലേ? ഓർത്തോളൂ. അപ്പൊ ബേസിനെ പോലെ ആക്ട് ചെയ്യുന്ന ആ AlCl3 വരുമ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇതിനെ പ്ലസും മൈനസും എന്താ വിളിക്കുന്നത്? സോൾട്ട്. അപ്പൊ അതുപോലെ സോൾട്ട് ഫോം ചെയ്യും. ആ സോൾട്ട് എന്തായിരുന്നു? ആക്ച്വലി ഡീആക്ടിവേറ്റിംഗ് ആണ്. ആ ഡീആക്ടിവേറ്റിംഗ് എന്നുള്ള വേർഡാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. രണ്ട് വേർഡ് ഉണ്ട്. ഒന്ന് സോൾട്ട് ഫോർമേഷൻ, രണ്ടാമത് ഡീആക്ടിവേറ്റിംഗ്. ഈ രണ്ട് വേർഡ് കണ്ടാൽ നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണേന്ന് അറിയോ? നിങ്ങളുടെ ബോർഡ് എക്സാമിന് വരുന്ന എന്താണ് ടീച്ചേഴ്സിന് കൊടുക്കുന്ന മാനുവലില് ഇതുപോലെ വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല. ഒരു 2 ലൈനിലെ വേർഡ് ഉണ്ടാവും. ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെന്ന് കരുതാം. 2 പോയിന്റ്സ് ആയിരിക്കും. ആ 2 പോയിന്റ്സിന്റെ വേർഡ് മാത്രം ഉണ്ടാവും. അതെങ്ങനെ എംഫസൈസ് ചെയ്യും എന്നുള്ളത് നമ്മളാണ്. അപ്പൊ നമുക്ക് ഒരു വേർഡ് എഴുതിയേക്കുന്നതിൽ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ കറക്റ്റ് ആയില്ല, അപ്പൊ മാർക്ക് അങ്ങനെ പുറത്തുനിന്ന് എഴുതാം. നമ്മൾ റീവാലുവേഷന് പോകും. ആ വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരും. മനസ്സിലായി? അപ്പൊ 2 വേർഡാണ്. ഈ 2 വേർഡ് ഉണ്ടെങ്കിൽ ഈ ഗീവീസിന് എന്തായാലും മാർക്ക് കിട്ടും. എന്താണ്? ഒന്ന് എന്ത് ഫോം ചെയ്യും? ലൂയിസ് ആസിഡ് ആയിട്ട് ജോയിൻ ചെയ്ത് സോൾട്ട് ഫോം ചെയ്യും. ആ സോൾട്ട് എന്നുള്ള വേർഡ് വേണം. ഇനി ആ സോൾട്ട് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഡീആക്ടിവേറ്റിംഗ് ആണ്. അപ്പൊ ഫ്രിഡൽ-ക്രാഫ്റ്റ് എവിടെയൊക്കെ നടക്കില്ല എന്ന് ചോദിച്ചാൽ അവിടെ എല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റാവുന്ന വേർഡ് എന്തായിരിക്കണം? ഡീആക്ടിവേറ്റിംഗ്. എന്തായിരിക്കും അത്? ഡീആക്ടിവേറ്റിംഗ്. അപ്പോ നൈട്രോബെൻസീൻ ഡു നോട്ട് അണ്ടർഗോ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. ക്വസ്റ്റൻ ആണത്. നൈട്രോബെൻസീൻ ഡു നോട്ട് അണ്ടർഗോ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. NO2 group deactivating, so does not undergo.
ഇനി ബെൻസാൽഡിഹൈഡ് ഡസ് നോട്ട് അണ്ടർഗോ ഫ്രെഡൽ കാപ്പ് റിയാക്ഷൻ, ഡീആക്ടിവേറ്റിംഗ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആക്കോട്ടോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ടോപ്പിക്സ് പഠിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും, അത് ക്രിയേഷൻ ചെയ്യും. അപ്പോഴാണ് പഠിക്കാൻ എളുപ്പം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഗീവ് റീസൺ എന്ന് പറയുന്നത് ആകെ കൂടി കുറച്ച് ടൈപ്പ് ഉള്ളൂ കേട്ടോ. 4 ചാപ്റ്റർ കഴിയുമ്പോൾ ഇനി ഇതിനപ്പോൾ അതിന് ഡിവിഷൻ ആയിട്ട് പഠിച്ച് തുടങ്ങണുള്ളൂ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഈസി ആയിട്ട് അത് ക്ലിയർ ചെയ്ത് വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ഡയസോണിയം സോൾട്ട് ആണ്. ഹെഡിങ് എഴുതി വെച്ചേ, ഡയസോണിയം സോൾട്ട്. ഡയസോണിയം സോൾട്ട് ചാപ്റ്റർ കേട്ടോ. കഴിഞ്ഞ ചാപ്റ്റർ ഡയസോണിയം സോൾട്ട്, DIAZONIOM, ഡയസോണിയം സോൾട്ട്. ഇതിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഡയസോട്ടൈസേഷൻ. ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ, DIAZO, ഡയസോണിയം സോൾട്ട് മെയിൻ ഹെഡിങ്. അതിന് താഴെ ഫസ്റ്റ് അതിന്റെ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷനിൽ വരുന്നതിന്റെ പേരാണ് ഡയസോട്ടൈസേഷൻ, DIAZOTISATION, ഡയസോട്ടൈസേഷൻ. ഡയസോട്ടൈസേഷൻ അണ്ടർലൈൻ ചെയ്യുക. ഡയസോട്ടൈസേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആക്ച്വലി. സാൻമേസ് നോക്കാം, സാൻമേസ് ആണ്. അവിടെ എഴുതി വെച്ചോ, അനലിൻ റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ്. Aniline react with nitrous acid. Aniline react with nitrous acid to form diazonium salt. To form diazonium salt. This reaction is known as diazotization. This reaction is known as diazotization. This reaction is known as diazotization. നമ്മൾ സാൻമേസിന്റെ പകുതി എഴുതിയേക്കുന്ന അതേ കാര്യം തന്നെയാണ്, വേറെ ഒന്നുമില്ല. ബെൻസീൻ റിങ്ങിലേക്ക് NH2 അനലിൻ, അതിലേക്ക് നേരത്തെ എഴുതിയേക്കുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. വീണ്ടും റിപ്പീറ്റേഷൻ ആണ്. NaNO2 plus HCl കിട്ടും N2 plus Cl. ഇതിന്റെ ഏരിയ ആണ് N2 plus Cl. കേട്ടോ. എടുത്തെഴുതിയോ? ഇനി നമുക്ക് ഇതില് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡയസോണിയം സോൾട്ട് ആണ്. അത് കുറെ ഹെഡിങ്സ് ആയിട്ടൊക്കെ കൊടുത്തതാണ്. നമ്മൾ ഹെഡിങ്സ് ഒന്നും എഴുതുന്നില്ല, അതിന് പകരം ഒരു മാപ്പായിട്ട് വലിയൊരു ചാർട്ടിലേക്ക് എഴുതാണ്. പുതിയ പേജ് എടുക്കണം കേട്ടോ. നോക്കാം, പുതിയ പേജ് എടുക്കണം. ആ പുതിയ പേജിൽ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അങ്ങനെ പഠിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാപ്പ് നോക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അത് വരച്ച് വെക്കലല്ല, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യലാണ്. എന്നിട്ട് നമ്മളത് വരയ്ക്കും കേട്ടോ. വരച്ചിട്ട് വീട്ടിൽ പോയിട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. അല്ലാതെ ഈ സംഭവം നേരെ കാണുന്നു അത് വരയ്ക്കുന്നു ആ പരിപാടിയല്ല ചെയ്യണ്ടേ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വരയ്ക്കണ്ട, ഇത് എഴുതിയില്ലേ? നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി 4 ചാപ്റ്ററായിട്ട് പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. ആ 4 ചാപ്റ്ററായിട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇന്ന് വരെ ഉള്ള ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് വേണമെങ്കിലും എടുത്തു. നമ്മൾ ആ പേപ്പറുകളിലൊക്കെ ഇട്ടേക്കുന്നത് അല്ലാതെയും വേറെ എവിടെ നിന്നെങ്കിലും എടുത്തു. നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 6 എണ്ണം ഉള്ളൂ ഞാൻ എടുത്ത് പറയുന്നത്. ഈ 6 എണ്ണത്തിൽ എല്ലാം ടോപ്പ് ആവണം. അതിൽ ഒരെണ്ണമാണ് കൺവേർഷൻ എന്ന് പറയുന്നത്, ABCD ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾക്ക് ഉണ്ടായിരുന്നതിൽ ABCD ഉണ്ടായി അല്ലേ? ഓർത്തോക്ക ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളോട് ചെയ്തായിരുന്നു കേട്ടോ. ഓർത്തോക്ക നമ്മളോട് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ. ഓർത്തോക്ക. അപ്പോൾ ക്വസ്റ്റ്യൻ അത് മാത്രമേ തെറ്റിയുള്ളൂ അല്ലേ? ഓർത്തോക്ക. ആ പേപ്പറിലെ 35-ൽ 31.5 ആണ് കിട്ടിയേക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാർബൺ ചേഞ്ച് ചെയ്തു, അപ്പോൾ ബാക്കിയുള്ള എല്ലാം ശരി അല്ലേ? ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ കൊണ്ടുപോയിട്ട്
അത് ചെയ്തു. അത് ഒന്ന് മാറിയതാ ആക്ച്വലി. പക്ഷെ അന്ന് അതിന് ഞാൻ ആ ദിവസം ഞാൻ ചോദിച്ചതിൽ അല്ലെ എക്സെപ്ഷൻ ആയിട്ട് വേറെ ഏതൊക്കെ വരുന്നൊക്കെ ചോദിച്ചു. അതിന്റെ എല്ലാം എഴുതിയേക്കുന്നതാണ് ആക്ച്വലി. ഒന്ന് മാറിപ്പോയി, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇത്രേ ഉള്ളൂ. അത് എഴുതിയേക്കുന്ന എല്ലാവരും ശരിയായിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്താണ് കോൺഫിഡൻസ് ലെവലിൽ നിന്ന സമയത്ത് പെട്ടെന്ന് റീചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കാം പോയത്. പക്ഷെ അതിന്റെ ഒരു ഡേഞ്ചറസ് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ അയാൾ എഴുതിയിരിക്കുന്ന എല്ലാ റിയാക്ഷനും റൈറ്റ് ആണ്. ടഫ് ആയിട്ടുള്ള എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ എ എന്ന് പറയുന്ന കോമൗണ്ട് തെറ്റിക്കൊണ്ട് ഫുൾ മാർക്ക് പോയി. ഐഡിയ മനസ്സിലായോ കേട്ടോ? ആ പേപ്പർ ഒന്ന് കാണിച്ചേ കേട്ടോ. അത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. 35 കിട്ടിയേക്കുന്നതിൽ പേജ് ഒക്കെ നോക്കി അറിയാം, ഒരെണ്ണം പോലും അറിയില്ല, എല്ലാം കറക്റ്റാ ഫുള്ള്. ഫസ്റ്റില് 10 എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ എറർ വരുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ കേട്ടോ. ഈ ക്വസ്റ്റിന്റെ ഇപ്പൊ ഇന്ന് ഇത് എടുക്കാനാ പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ് ഇയാൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? പുറത്തു ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഇയാൾ കോമ്പൗണ്ട് എ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് CH2 and C2H5 ഉണ്ടോ? ഓർത്ത് നോക്കുക. അതിൽ ഒരു കാർബൺ ഇപ്പുറത്തേക്ക് മാറി, അത് മാത്രമേ ഉള്ളൂ. ഇയാൾ ഈ താഴേക്ക് എഴുതിയേക്കുന്ന എല്ലാം റൈറ്റ് ആണ്. ഈ താഴേക്ക് എഴുതിയേക്കുന്ന ഒക്കെ റൈറ്റ് ആണ് ആക്ച്വലി. DNP എഴുതിയേക്കുന്ന റൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ടോളൻസ് റീജിയന്റെ റൈറ്റ് ആണ്. എല്ലാം ശരിയാണ്. പക്ഷെ ആ കോമ്പൗണ്ട് ഒരെണ്ണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും ശരിയായതുകൊണ്ട് ചിലപ്പോൾ റീചെക്ക് ചെയ്യാൻ കൊണ്ടുപോയതാ വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ABCD ക്വസ്റ്റ്യൻ്റെ ഡേഞ്ചറസ് അതാ, അത് പറയാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഒരു എന്താ പറയാ 100 കിട്ടുന്ന കരുതിക്കൊണ്ടിരിക്കുന്ന ഇതാളും ആലോചിച്ചത്, അപ്പോഴാണ് നമുക്ക് വലിയ വിഷമം വരിക. 99 ആയപ്പോൾ നമുക്ക് വിഷമമാവും. അത് 100 ആയ എന്തായിരുന്നു എന്നുള്ള രീതിയിൽ കണ്ടോ. ഇവിടെയൊക്കെ ഭയങ്കര വിഷമമായി കണ്ടോ. അപ്പോ നമുക്ക് 100 വരുന്ന സമയത്തായിരിക്കും ഇതെല്ലാം ശരിയായെന്ന് കരുതും. കാരണം ഇതിന് വരില്ല. കാരണം ഇത് കഷ്ടപ്പെട്ട് പഠിച്ചോണ്ടല്ലേ അങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. ABCD ക്വസ്റ്റിനും കൺവേർഷനും നമുക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞ് എറർ വന്നാൽ തെറ്റും. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാം കെമിസ്ട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇത് എത്തുമ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം എന്ത് ചെയ്യണം, ഇനി ബോർഡ് എക്സാമിന് വന്ന് എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. ഓർത്ത് നോക്കുക, അത്രേ ഉള്ളൂ. കാരണം ഒരു കാർബൺ ഒന്നും മാറിയതുകൊണ്ടാണ് വരുന്നത്. ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി മാർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എറർ വന്നാൽ നന്നായി, ഈ ബോർഡിൽ വരില്ല കേട്ടോ. കാരണം ബോർഡിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും വരുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, അല്ലേ, കോൺഫിഡൻസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്നോട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതാം. അതേ സമയത്ത് ഞാൻ അതായിരിക്കില്ല ഓർക്കണേ. ഇപ്പൊ ഇയാൾ ഒരു ഭയങ്കര കിടില ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്നിട്ട് എനിക്ക് തെറ്റിന്ന് കരുതാം. തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ തൊട്ട് വീണ്ടും ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ തുടങ്ങും. അവിടെ വെച്ച് എൻ്റെ ഒരു എന്താണ് ഇത് ചെയ്യും അല്ലേ. നിങ്ങൾ പ്ലാന്റിനെയൊക്കെ കണ്ടിട്ടില്ലേ, 2 സംഭവിക്കും. ബ്രാഞ്ച് വെട്ടി എന്ത് പറ്റും, ബ്രാഞ്ച് വെട്ടി കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ഒന്നരക്ക് ഉണങ്ങി പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് എന്താവും, 1 or 2 ഇതായിട്ട് വരും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഒരു കട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉണങ്ങി പോരുത് കേട്ടോ. എന്ത് ചെയ്യണം, ഞാൻ അടുത്ത എക്സാമിന് തകർന്നു കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ പറഞ്ഞേക്കണം പാരന്റ്സിന്റെ അടുത്ത് കേട്ടോ. ഓക്കെ, എന്നിട്ട് മാർക്ക് വാങ്ങിക്കണം കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ നമുക്കൊന്ന് വരക്കാണ്. ഇതില് കൺവേർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററും ഇതും കൂടി ഒന്ന് കണക്ട് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. നോക്കാം, നമുക്ക് ടെക്സ്റ്റിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് കിട്ടണം. ഫിനോൾ അല്ലെ, ഫിനോളിന് ബെൻസീൻ ആക്കാൻ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞോ. സിങ്ക്, ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. എവിടെ പഠിച്ചതാണ് അതും കൂടി പറയാൻ പറ്റില്ല. ആൽക്കഹോൾ ഫിനോളില് എവിടെയാണ് ആ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഏത് കഴിഞ്ഞിട്ടാണ്? സെക്കൻഡ് ലാസ്റ്റ് വൺ കറക്റ്റ് ആണ്. എക്സാക്ട്ലി സെക്കൻഡ് ലാസ്റ്റ് വൺ. ക്രോമിക് ആസിഡിന്റെ മുകളിൽ കിടക്കുന്ന ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് കോട്സ് റിയാക്ഷൻ ടൈമിൽ കഴിഞ്ഞിട്ട് അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പൊസിഷൻ വെച്ച് ഓർക്കാൻ പറ്റും. ഇത് ബെൻസീനായി. ഈ ബെൻസീൻ എനിക്ക് നൈട്രോ ബെൻസീൻ ആക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ്, നൈട്രേഷൻ എല്ലാത്തിനും എന്താ കൊടുക്കുന്നത്? കോൺസെൻട്രേറ്റഡ് HNO3 and concentrated H2S. Then ഇതിനെ എനിക്ക് അനലിൻ ആണ്. Fe plus HCl. Fe plus HCl or SN plus HCl or lithium aluminum hydride അല്ലേ? ഓർക്കുക, Fe plus HCl ആണ് കൊടുക്കുന്നത്. ഇനി ഇതിനെനിക്ക് ഡയസോണിയം സോൾട്ട് ആക്കണം. N2+ and
Cl മൈനസ്. പറയ്. ഇപ്പൊ പഠിച്ചല്ലേ? ആ Na നമുക്ക് അറിയാത്ത പോലെ ഇരിക്കണം. Na × HCl. ഇനി എനിക്ക് ഇതിനെ ഫിനോൾ ആക്കണം. ഫിനോൾ ആക്കണം. ഫിനോളിന്റെ പ്രിപ്പറേഷനിൽ മൂന്നാമത്തെ ഹെഡിങ് അനലിൻ കൺവേർട്ട് ടു ഫിനോൾ. ആദ്യത്തെ ഹെഡിങ് ക്ലോറോബെൻസീൻ ടു ഫിനോൾ. Na അല്ലെ, ക്ലോറോബെൻസീനിൽ നമ്മൾ Na വെച്ച് ആഡ് ചെയ്യുന്നു. സെക്കൻഡ് ഹെഡിങ് ബെൻസീൻ ടു ഫിനോൾ. തേർഡ് ഹെഡിങ് അനലിൻ ടു ഫിനോൾ. H2O. ഒപ്പം ഒരു കുഞ്ഞി ആരാ പറഞ്ഞത്? അല്ലെ, ഇവിടെ പറഞ്ഞു വാം വാട്ടർ. ഓക്കെ, വാം വാട്ടർ, വാം അല്ലേ, വാം H2O. ഇങ്ങനെ എഴുതി മാർക്ക് തരാറില്ല കേട്ടോ. ഓർത്തോക്കാം, വാം തന്നെ എഴുതണം, ഇറ്റല്ല വാം വാട്ടർ തന്നെ എഴുതണം, എങ്കിലും മാർക്ക് തരുള്ളൂ പല ടീച്ചേഴ്സും കേട്ടോ. ഓർത്തോക്കാം, വാം വാട്ടർ. ഇത് സൈക്കിളായി. ഇത്രയും ഉള്ളത് ഈ ചാപ്റ്ററിൽ ഈ ഡൈസോണിയം സോൾട്ടിലേ ഇല്ല. നമുക്ക് പഠിക്കാനുള്ളത് ഈ താഴേക്കുള്ളതാണ് കേട്ടോ. ഓർത്തോക്കാം, ഡൈസോണിയം സോൾട്ടിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത് കേട്ടോ. ഓർത്തോക്കാം, ഇതിൽ ആദ്യത്തെ നിങ്ങൾക്ക് അറിയാവുന്ന വെച്ച് തുടങ്ങാം. ഈ ഡൈസോണിയം സോൾട്ടിലേക്ക് Cu2Cl2 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്ലസ് ക്ലോറൈഡ് എന്നിട്ടും ക്ലോറോബെൻസീൻ. ഇതിനെയാണ് എന്ത് വിളിച്ചത്? എന്താ വിളിച്ചത് നിങ്ങള്? സാൻമേയസ്. സാൻമേയസ് അല്ലേ? ഓർത്തോക്കാം, പ്ലസ് ക്ലോറൈഡ് കൊടുത്താൽ സാൻമേയസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് Ki കൊടുത്താൽ എന്ത് കിട്ടും? Ki, അയഡോ ബെൻസീൻ. ഇത് രണ്ടും എവിടെ പഠിച്ചതാണ്? ഹാലോ ആൽക്കൈനിൽ പഠിച്ചതാണ്. വീണ്ടും നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം അല്ലെ? K ഉണ്ട്. ആ സാൻമേസിലെ കഴിഞ്ഞിട്ട് അടുത്ത പേജ് അതിന് ഏറ്റവും മോഡൽ കിടക്കുന്നത് ഞാൻ എഴുതി തന്നിട്ടില്ല കേട്ടോ. ഓർത്തോക്കാം കേട്ടോ, ഓർത്തോക്കാം. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഓർത്തോക്കാം, അവിടെ എഴുതി തരാതെ ഇവിടെ നമുക്കത് വരുന്നുണ്ട്. മനസ്സിലായോ? കുറെ സ്ഥലത്ത് റിപ്പീറ്റേഷൻ വരണ്ട എന്നുള്ളതാണ്. ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങും റിവേഴ്സ് ചെയ്ത് കേട്ടോ. Ki കേട്ടോ, 5 മിനിറ്റ് കൊണ്ടെടുക്കാലോ. കുഴപ്പമില്ല കേട്ടോ. ഓർത്തോക്കാം, ഈ ടേബിൾ ഒന്നും ക്ലിയർ ചെയ്തേക്കണം കേട്ടോ. ഓർത്തോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. Ki. Next CuCN or KCN കൊടുത്താൽ എന്ത് വരും? CuCN or KCN കൊടുത്താൽ എന്ത് വരും? CN. CN ല വാട്ടർ ആഡ് ചെയ്താൽ എന്ത് വരും? H2 and H+. COH. ബെൻസോയിക് ആസിഡ് ആയി കൺവേർട്ട് ചെയ്യും. ഇത് വർക്കാവും കേട്ടോ. അതാണ് ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവാതെ കേട്ടോ. നോക്കാം, അടുത്തൊരു ബാൽഷിമൻ റിയാക്ഷൻ ആണ് HBF4. ഈ HBF4 ആഡ് ചെയ്യുമ്പോൾ ഈ H ഉം Cl കൂടി എന്തായി പോകും? HCl. ഈ H ഉം Cl കൂടി HCl ആയി പോകും. ബാക്കി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു പറയും. N2 plus and BF4 minus കേട്ടോ. ഓർത്തോക്കാം, N2 plus and BF4 minus. then ഇതിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് ആണ് ഫ്ലൂറോബെൻസീൻ. സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്ലൂറോബെൻസീൻ. ഇതിലേക്ക് NaNO2 and copper ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് നൈട്രോബെൻസീൻ ആയി മാറും. നൈട്രോബെൻസീൻ Cu ഉണ്ട്. കോപ്പർ കേട്ടോ. എന്തോ കോപ്പർ കാറ്റലിസ്റ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് ഇതിലേക്ക് H3PO2 or C2H5OH ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ബെൻസീൻ കിട്ടും. ഇനി ഇതിൽ വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കട്ടെ, ഞാൻ നോക്കാം. ഇതിലേക്ക് C6H5OH and OH minus
ഒരു അസോഡൈ എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഓറഞ്ച് ഡൈ ആണ് കേട്ടോ. ഓറഞ്ച് കപ്ലിംഗ് റിയാക്ഷൻ ആണ് കേട്ടോ. കപ്ലിംഗ് റിയാക്ഷൻ. ഇതിലേക്ക് C6H5NH2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NH2 ഇവിടെ നമുക്ക് കിട്ടുന്ന യെല്ലോ ഡൈ ആണ് കേട്ടോ. യെല്ലോ ആകെ ഇത്രയും നമുക്ക് പഠിക്കാറുള്ളൂ കേട്ടോ ഈ ടോപ്പിക്കിൽ. ഇനി ഈ ടോപ്പിക്കിൽ അല്ലേ വലിയൊരു ഹെഡിങ്ങില് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന് പറയാം. ഇവിടെ ചോദ്യങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിന് നേരിട്ട് നമുക്ക് കിട്ടും. നൈട്രോ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് 13.8 ടെക്സ്റ്റ് ബുക്കിൽ 13.8 ക്വസ്റ്റൻ ആണ്. നൈട്രോ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് എവിടെ നിന്ന് എവിടെ വരെ എത്താം ഒന്ന് പറ. നൈട്രോ ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് ഇവിടെ പറ. ഇത് ഇങ്ങനെ മാപ്പ് പോലെ ആലോചിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നിട്ട് ഇങ്ങനെ തിരിച്ച് എവിടെ വരെ. അതുപോലെ നൈട്രോ ബെൻസീനിൽ തുടങ്ങിയിട്ട് ബെൻസോയിക് ആസിഡ് NO2Fe+HCl അവിടെ നിന്ന് എന്തും അനലിലെത്തും അല്ലെ. ഓർത്തു നോക്കാം. എന്നിട്ട് എവിടെയാണ് ബെൻസോയിക് ആസിഡ് ഓർത്തു നോക്കാം. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിപ്പിക്കാം നിങ്ങളൊന്ന് പറഞ്ഞു. ഇതല്ലാതെ ആണെങ്കിൽ നിങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? ഇത് അല്ലാതെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? ഞാൻ പറയും നൈട്രോബെൻസീൻ പ്രിപ്പറേഷൻ ഓഫ് അനലിൻ, അത് കഴിഞ്ഞ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അനലിൻ, അത് കഴിഞ്ഞിട്ട് ഡയസോണിയം സോൾട്ടിന്റെ പ്രിപ്പറേഷൻ, ദെൻ ഡയസോണിയം സോൾട്ടിന്റെ പ്രിപ്പറേഷന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ഇത് കഴിയുമ്പോൾ ബെൻസോയിക് ആസിഡ് ആവും. ഇനി നിങ്ങൾ ബെൻസോയിക് ആസിഡ് ചെല്ലുക അവിടെ അല്ലെ. ബെൻസോയിക് ആസിഡ് ഈ CN എവിടെയാണ് പറഞ്ഞേക്കുന്നത്? ഇത് എവിടെ പഠിപ്പിച്ചേക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഈ ചാപ്റ്ററിനെ കണക്ട് ചെയ്യുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്കിത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പഠിക്കാം. അങ്ങനെ ഒരു വഴി പഠിച്ചാൽ എന്താ ഗുണം? ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ കലൂര് വരെ പോകുന്നു. അതിനിടയിലുള്ള സ്ഥലങ്ങളൊക്കെ നോക്കാതെ കണ്ണടച്ചിട്ടാണ് പോവുക അല്ലെ. ഏകദേശം ഒന്ന് പോയി നോക്കുക. അപ്പൊ അതിനിടയിലുള്ള വല്ല ഫുഡൊക്കെ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഹോട്ടൽ അല്ലെ. അതൊക്കെ അല്ല മെയിൻ കാര്യങ്ങൾ അതല്ലേ. ഫുഡൊക്കെ ജീവിക്കണ്ടേ അല്ലെ. ഓർത്തോ ഞാൻ അതൊക്കെ നോക്കുള്ളൂ കേട്ടോ. ഓർത്തോ ഇയാളാണെങ്കിൽ അത് നോക്കുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോ നോർമലി ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന അപ്പൊ ഇയാളേക്ക് ഒന്ന് ഇടക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അനലിൻ ടു എന്താണ് ബെൻസീൻ നൈട്രൈൽ. ഇങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഇടയിൽ പഠിച്ചതല്ലേ. അങ്ങനെ കിട്ടാൻ തുടങ്ങും പതുക്കനെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് വരയ്ക്കുന്നത്. ഇതിന്റെ വരയ്ക്കുന്നതിന്റെ പർപ്പസ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇത് വരച്ചു നോക്കണം. അടുത്ത ക്ലാസ്സിൽ ഇത് കൊണ്ടുവരണം. ടെക്സ്റ്റ് പോലെ ബാക്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നോക്കിയാണ് ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കുക. കണ്ണടച്ചല്ല ചെയ്യുക. കാരണം നോക്കി ചെയ്യാൻ കാരണം ഈ വഴി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എളുപ്പമാണ്. ഇത് കണ്ട ഇത് ഇങ്ങനെ ചോദിക്കാം. ഇവിടെ നിന്ന് പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അതൊക്കെ വരും കേട്ടോ. ഓർത്ത് നോക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബെൻസോയിക് ആസിഡ് ടു അനലിൻ ഉണ്ട്. പിന്നെ അനലിൻ ടു 2,4,6 ട്രൈബ്രോമോ ഫ്ലൂറോബെൻസീൻ. അനലിൻ ടു 2,4,6 ട്രൈബ്രോമോ ഫ്ലൂറോബെൻസീൻ. അവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയാം. അനലിൻ മാറി ഫ്ലൂറോബെൻസീൻ ആക്കണം. അനലിൻ ടു എങ്ങനെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നവര് അനലിൻ ടു 2,4,6 ട്രൈബ്രോമോ ഫ്ലൂറോബെൻസീൻ. അപ്പൊ അനിലിന് ആദ്യം ബ്രോമിനേഷൻ ചെയ്യും. ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കിട്ടും. ബ്രോമിൻ 3 പൊസിഷനിൽ കിട്ടും. ഇനി ആ NH2 മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം? ഫ്ലൂറിനാക്കണം. അതിന് എന്ത് ചെയ്യണം? എന്തെങ്കിലും നോക്കിട്ട് പറ. NH2 മാറ്റി F ആക്കണം. എവിടെ വരെ എത്തണം? അവിടെ നിന്ന് അല്ലേ. NaNO2HCl കൊടുത്തു. N2+HCl NHBF4 and T. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇത് വെച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും കേട്ടോ. ഓർത്തോക്കാം. അല്ലാതെ നിങ്ങൾ ഇത് ഇങ്ങനെ മസിൽ പിടിച്ച് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഇക്വേഷൻ തന്നെ പറയുമ്പോൾ ഇത് ഇത് പ്രിപ്പറേഷൻ ഓഫ് അനലിൻ. ഇതെന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഡയസോണിയം സോൾട്ട്. ഇത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡയസോണിയം സോൾട്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കാർബോക്സിലിക് ആസിഡിന്റെ ചാപ്റ്ററിൽ കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ മൂന്നാമത്തെ ഹെഡിങ് ആണ് ഫ്രം നൈട്രൈൽ. അങ്ങനെ പോകേണ്ടി വരും. അതിന് പകരം ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെയുള്ള മാപ്പ് വെച്ചിട്ടാണ് കൺവേർഷൻസും ABCD നമ്മൾ പഠിക്കാൻ പോണേ കേട്ടോ. ഓർത്തോക്കാം. അതിൽ ആദ്യത്തെ ഒരു ടൈപ്പ് ആയിട്ട് കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് വരച്ചോ കേട്ടോ.
ഒരു ഫുൾ പേജിലേക്ക് നന്നായിട്ട് വരക്കാൻ നോക്കാം. എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ക്ലാസ്. തിരുവൈകി ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഭംഗിയില്ല. അടുത്ത ക്ലാസ്സിലില്ലേ കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ എനിക്ക് ഇഷ്ടമായിട്ടില്ല വരച്ചത്. കാരണം അത്യാവശ്യം സമയം എടുത്ത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ വലുതാക്കി വരക്കണം കേട്ടോ. ഓർത്ത് നോക്കാം, ഭംഗിയിലിരിക്കണം കേട്ടോ. അയാൾ പറയണു കണ്ട ചാട്ട് പോലെ വരച്ചുകൊണ്ട് വരാം അല്ലേ, ഉണ്ടോ പറഞ്ഞു ഇങ്ങനെ വലുതാക്കി വരക്കണം ഉണ്ടോ. ഓക്കെ, അപ്പോ ഓൺലൈൻ ഓഫ്ലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, വലുതാക്കിയിട്ട് വരക്കണം കേട്ടോ. A3 ഷീറ്റ് അല്ലെങ്കിൽ A4 നല്ല ഭംഗിയില് വൃത്തിയില് സ്കെച്ച് ഒക്കെ വെച്ച് വരക്കണം കേട്ടോ. ഫോട്ടോ എടുത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഫോട്ടോ ശരിയായില്ലെന്ന് പറയരുത്, വരച്ചു കൊണ്ടുവന്നേക്കണം എന്തായാലും. പ്രിന്റ് ഔട്ട് വൺ ടൈം ഫോട്ടോ